എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് ചേരണം. അപ്പൊ ടോട്ടൽ ആ ഒരു സൈലൻസ് എന്ന് പറയുന്ന ജീവ ബ്രഹ്മ ഐക്യം നമ്മൾ വേദത്തിൽ പറയുന്ന എന്താ, ശരിക്കും പറഞ്ഞാല് ആ ഒരു മിഥുനങ്ങള്, പുരുഷ പ്രകൃതി, രാധാകൃഷ്ണൻ, സീതാരാമൻ, ശിവ പാർവതി, ഇല്ലേ, ജീവ ബ്രഹ്മ എന്നൊക്കെ പറയുന്ന എന്താ, ഈ പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന കംപ്ലീറ്റ് എനർജി. കാരണം ഇതൊക്കെ വെറും ഒരു ഇല്യൂഷൻ ആണ്, അമ്മയുടെ മായയാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്നത് ശിവതത്വമാണ്. ഈ മായയെല്ലാം എവിടെ ലയിക്കണം? പുരുഷനില്, ശിവനില് ലയിക്കണം. ഇത് രണ്ടും ചേർന്നിരിക്കുമ്പോഴെന്താ, നാമരൂപങ്ങൾ അവിടെ അസ്തമിച്ചു. നമ്മൾ എന്താണോ എന്തിലാണോ ഭ്രമിച്ചിരുന്ന ഈ ഡ്യുവാലിറ്റി, രണ്ടെന്നുള്ള തോന്നല്, അതിനെ നമുക്ക് ഇല്ലാതാക്കി തരുന്ന, അതായത് ആ ഒരു ബ്രഹ്മതത്വം. ശരിക്കും ബ്രഹ്മം ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് കർമ്മം ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ ആദിപരാശക്തി എന്ന് പറയുന്നത്. എങ്ങനെയാ ദേവി കർമ്മം ചെയ്യുന്നത്? 3 ഗുണങ്ങളിലൂടെ, അല്ലെ? ത്രിഗുണാത്മികയാണ് ദേവി. അപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞാല് എല്ലാവരുടെയും ഉള്ളിൽ ഈ 3 ഗുണങ്ങളും ഉണ്ട്. സത്വരജസ് തമോ ഗുണങ്ങള്. നമുക്കറിയാം, ഒരു പാട്ടുകാരന്റെ ഉള്ളിൽ പാട്ടുണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നേ ഉള്ളൂ, അല്ലെ? പാടുമ്പോ മാത്രമേ പുറത്തു വരൂ. ശിവന്റെ ഉള്ളിൽ ദേവിയുണ്ട്. ദേവി ഈ 3 ഗുണങ്ങളെ സ്വീകരിക്കുമ്പോൾ ഈ പ്രപഞ്ചരൂപിണിയായിട്ട് മാറുകയാണ്. അപ്പൊ ഗോപ്യമായിട്ട് എവിടെയാ ഇരിക്കുന്നത് ദേവി? ശിവന്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഈ ഡ്യുവാലിറ്റി തോന്നുന്നത് ഈ പ്രപഞ്ച നിർമ്മാണത്തിന് വേണ്ടി പുറത്തു വരുമ്പോ മാത്രമാണ്. അപ്പോ ഈ പരമാത്മ ചൈതന്യം എപ്പോഴും ഉണ്ട്. എപ്പോഴാണോ ആ ഡിസയർ, എപ്പോഴാണോ ആഗ്രഹം തോന്നുന്നത്, ദേവിക്ക് ലീലയായിട്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കണം, സൃഷ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുമ്പോ ത്രിഗുണങ്ങളെ ദേവി എടുക്കണു. ത്രിഗുണാത്മിക ഈ 3 ചരിത്രങ്ങളും ദേവിയുടെ 3 ഗുണങ്ങള്, സത്വരജസ് തമോ ഗുണങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ആ 3 ഗുണങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ത്രിഗുണാത്മികയായിരിക്കുന്ന ദുർഗാ പരമേശ്വരി പ്രപഞ്ചം ലീല കൈവല്യ ന്യായത്തില് ദേവിക്ക് കളിയായിട്ട് ഈ പ്രപഞ്ച നിർമ്മാണം ദേവി ചെയ്യണു. അപ്പൊ പരമാത്മൻ എന്ന് പറയുന്ന ആ പുരുഷൻ ഇതിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന തത്വമാണ്. അപ്പൊ ഗുണങ്ങളെല്ലാം തന്നെ എന്താ, ഈ പ്രപഞ്ചത്തില് ഈ പ്രപഞ്ചം നിലനിൽക്കാനാണ് സത്വരജസ് തമോ ഗുണങ്ങള്. അപ്പോ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഒരു സുഷുപ്തി അവസ്ഥയില് ശരിക്കും ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നമുക്കുള്ളത് ശരിക്കും ജാഗ്രത അവസ്ഥയിൽ 3 ഗുണങ്ങള്, ഈ പറയുന്ന സ്വപ്നാവസ്ഥയിൽ നമുക്ക് എന്താ, ശരിക്കും പറഞ്ഞാൽ സ്വപ്നാവസ്ഥയും നമുക്ക് ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലതും സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും ഒക്കെ. ശരിക്കും ഈ ഗുണങ്ങളോട് ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവന് സുഖദുഃഖങ്ങൾ വരുന്നുള്ളൂ. ഇത് ഇല്ലാതിരിക്കുമ്പോൾ പൂർണ്ണ സുഷുപ്തിയില് യാതൊരു ഗുണങ്ങളും ഇല്ലാത്ത നിർഗുണ തത്വത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ശരിക്കും ഒരു നാനാ അവതാരം ദേവിയുടെ, കാളി, ലക്ഷ്മി, സരസ്വതി എന്ന് പറയുന്ന അനേകം ഈ 3 അവതാരത്തിൽ നിന്ന് വേറെ എത്ര അവതാരം നമ്മൾ കണ്ടു ഇതിനകത്ത്, ഇല്ലേ? എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ ഒരു അവതരിച്ചത്. അവരതി എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ, മേളിൽ നിന്ന് താഴോട്ട് വരിക. അവതാരം, അവതാരം എന്ന് പറഞ്ഞാല് ദേവി സർവശക്തിയാണ്. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓരോ പ്രോബ്ലം നമ്മുടെ മനുഷ്യർക്ക്, ദേവന്മാർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോ ദേവി ആ സ്വരൂപം സ്വീകരിച്ച് അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ഈ പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ പരമമായിരിക്കുന്ന ശക്തിയുടെ അവതാരങ്ങൾ തന്നെയാണ്. ഈ ബ്രഹ്മം, അതായത് ആ 3 ലോകങ്ങള് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ 3 ലോകങ്ങളും ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന കാരണ ശരീരം, കാഷ്വൽ ബോഡി, അത് സുഷുപ്തിയിലാണുള്ളത്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, കാരണം അത് നമുക്ക് സുഷുപ്തിയിൽ അറിയാം, ഇല്ലേ? നമ്മൾ ആ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പ്, ജസ്റ്റ് ഇല്ലെങ്കിൽ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ആ ദേവി നമ്മുടെ ഉള്ളിൽ എന്തായിട്ടിരിക്കണം, ജാഗ്രതയിൽ നിന്ന് നമ്മൾ ആ ഒരു എന്താ പറയാ സ്വപ്നാവസ്ഥയിലേക്ക്. അപ്പൊ നമ്മൾ ആദ്യം കോൺഷ്യസ് ആയിട്ടിരുന്നു, ഇപ്പൊ നമ്മൾ കോൺഷ്യസിൽ നിന്ന് അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പൊ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുന്ന തലത്തിലേക്ക് പോയി. അവിടെ നമ്മൾ രക്ഷിക്കുന്ന ആരാ? ഈ ദേവി തന്നെ. അപ്പൊ ഈ ശരിക്കും നമ്മുടെ നാച്ചുറൽ മദറാണ് അമ്മ. നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥാത്രയങ്ങളിലും നമ്മളെ സംരക്ഷിക്കുന്ന ദേവി. അപ്പൊ ഈ ഒരു എന്താ പറയാ, ദേവിയെ നാരായണീ സ്തുതിയിൽ പറയണു, അമ്മ ഒരു കാട്ടുതീ വരുമ്പോ അമ്മ എന്താണ്, ഒരു കുളിർമയുള്ള മഴ പോലെ ഞങ്ങളെ രക്ഷിക്കണേ. കാരണം അമ്മ ആരാണ്? അമ്മ വന്നിട്ട് ഈ ദാനവന്മാരെ, ദൈത്യന്മാരെ, രാക്ഷസന്മാരെ, 3 തരത്തിലുള്ള ശത്രുക്കളാണ് എനിക്കുള്ളത്. ആരാണ് ഈ ദാനവന്മാര്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള തെറ്റായിട്ടുള്ള ചിന്തകള് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന, ശരിക്കും പറഞ്ഞാല് നമ്മുടെ ശരീരം 3 ലെയേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തില് 3 തലങ്ങളുണ്ട്. അതിൽ ഒന്ന് ശരിക്കും ആ ഒരു ദൈത്യന്മാര്, ദിതിയുടെ മക്കളാണ് ദൈത്യന്മാരില്ലേ? അപ്പൊ അതിന് കാരണ ശരീരം എന്ന് പറയും. ദിതി എന്ന് പറഞ്ഞാൽ എന്താ? ദ്വൈത ഭാവന അല്ലെങ്കിൽ ഡ്യുവാലിറ്റി, അല്ലെ? ബേസിക് പ്രശ്നം എന്താ?
നമുക്ക് ഈ ഡ്യൂവാലിറ്റിയാണ് അല്ലെ ഏറ്റവും വലിയ ആ ഒരു നമ്മളെ സ്വസ്വരൂപത്തിൽ നിന്ന് അകറ്റുന്ന ആ ഒരു ചിന്തയാണ് ഈ പറയുന്ന ഡ്യുവാലിറ്റി. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാല് അവിടെ നിന്നാണ് നമുക്ക് ഈ ദൈത്യന്മാരുണ്ടാകുന്നത്. അപ്പൊ ആ ഭാവത്തെ നമ്മൾ, അതായത് നമ്മുടെ കാരണ ശരീരം, അതാണ് ശരിക്കും പറഞ്ഞാല് ഈ ദൈത്യന്മാര് കീഴടക്കി വെച്ചിരിക്കുന്നത്. ഭയത്തിന് കാരണം ഇതുകൊണ്ടാ, എല്ലാ ഭയങ്ങൾക്കും കാരണം ഈ ഇതുകൊണ്ടാണ്. അപ്പൊ ദേവി എന്താണ്, ആദ്യം ഈ ദൈത്യന്മാരെ ഇല്ലാതാക്കണു, പിന്നെ എന്നിട്ട് ദേവി നമ്മുടെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞാലുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അമ്മ നമ്മുടെ ചിന്താമണി ഗ്രഹത്തില് ഈ അഷ്ടദള പത്മത്തിൽ ദേവി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ആദ്യം അമ്മ എന്ത് ചെയ്യും, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കണ നമ്മുടെ ഡ്യുവാലിറ്റി, ഭയത്തെ ഇല്ലാതാക്കും, ദൈത്യന്മാരെ ഇല്ലാതാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, സൂക്ഷ്മ ശരീരം അല്ലെ. അപ്പൊ അവിടുന്ന് സാധനകൾ കൊണ്ട് എപ്പോഴാണോ നമ്മൾ ദേവിയുടെ ഈ കതക് തുറന്ന് ഗർഭഗൃഹത്തിൽ പ്രവേശിക്കുന്നത്, അടുത്ത ലെവലാണത്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആ ഡ്യുവാലിറ്റി, ആ ദ്വൈത ഭാവന, അതായത് കാമ ക്രോധം, ഇതെല്ലാം വരുന്ന ദാനവന്മാര്. ആദ്യം നമ്മള് ദൈത്യന്മാരെ കൊന്നു, രണ്ടാമത്തെ തലത്തിലെ കാമക്രോധൻ എന്ന് പറയുന്ന ദാനവന്മാരെ ഇല്ലാതാക്കണം. അത് രണ്ടാമത്തെ ലെവല്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ലെവലില് രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇമോഷൻസ് ആണ്, നമ്മുടെ വികാരങ്ങളാണ്. സ്ഥൂല ശരീരത്തിലാണ് ഇത് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വികാരത്തിന് അടിമപ്പെട്ടാണ് ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. നമ്മളെ കർമ്മത്തെ നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ് അല്ലെ. എന്തൊക്കെ വികാരം, കാമക്രോധ ലോഭമോഹ മതമാത്സര്യമാകുന്ന വികാരങ്ങള്. ഇതെല്ലാം അകത്ത് 3 ലെവലിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സ്ഥൂല ശരീരത്തില്, സൂക്ഷ്മ ശരീരത്തില്, കാരണ ശരീരത്തില്. ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന 700 മന്ത്രങ്ങള് നമ്മുടെ 3 തലത്തില് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. കാരണം എല്ലാ നെഗറ്റിവിറ്റീസും നമ്മൾ എന്താ താഴോട്ട് കൊണ്ടുവരികയാണ് അല്ലെ. എപ്പോഴാണോ ദേവിയെ ഈ ഒരു എന്താ പറയുക, ശരിക്കും ആ ഒരു ദൈവിക സമ്പത്തി, ഈ എല്ലാരോടും കരുണയുള്ള ഈ കരുണാമൃത സാഗരയായിരിക്കുന്ന ദേവിയെ നമ്മൾ ശരണാഗതി ചെയ്തത്, ദേവി എന്ത് ചെയ്തു, പ്രകാശ സ്വരൂപിണിയാണ്, സച്ചിത് സ്വരൂപിണിയാണ്, ആത്മസ്വരൂപിണിയാണ്, ആനന്ദ സ്വരൂപിണിയാണ് അല്ലെ. ആ ദേവിക്ക് മാത്രമേ നമ്മുടെ ഈ 3 ലെവലിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദേവിയെ എന്താ ശരി ദേവി നമ്മുടെ ഐഡന്റിറ്റിയാണ്, നമ്മൾ ആരാണ്, നമ്മുടെ സ്വാത്മ തത്വമാണ് ദേവി. പക്ഷെ നമ്മൾ ദേവിയെ കണ്ടത് എവിടെയാ, വെളിയിലാണ് അല്ലെ. നമ്മുടെ സത്ത ചിത്ത ആനന്ദം, അതായത് എക്സിസ്റ്റൻസ്, കോൺഷ്യസ്നെസ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപം എല്ലാം ദേവി തന്നെയാണ്. അപ്പൊ ദേവിയെ നമ്മൾ മറന്നത് കൊണ്ടാണ് നമുക്ക് ആപത്തുകൾ വന്നത്. ഈ 3 തലത്തില് ഈ ദേവി മഹാത്മ്യത്തിന്റെ 3 ചരിത്രങ്ങള് നമ്മളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ദേവി നമുക്ക് എന്ത് തരും, അവസാനം ദേവിയോട് എന്താ ചോദിക്കുന്നത്, ത്രിവർഗം. എന്താ ത്രിവർഗം, ധർമ്മം, അർത്ഥം, കാമം അല്ലെ. ദേവി കാമധേനുവാണ്, എന്ത് ചോദിച്ചാലും തരും. കാരണം നമുക്ക് കുറച്ചു പേര് മാത്രമേ അപവർഗം ചോദിക്കാറുള്ളൂ ഇല്ലേ, കൈവല്യം അല്ലെങ്കിൽ മോക്ഷം. ആരും അതൊന്നും ചോദിക്കാറില്ല. നമ്മൾ ചോദിക്കുന്നത് എന്താ, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ പ്രപഞ്ച വസ്തുക്കളാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ ദേവി എന്താ, അതും കൊടുക്കും. എന്ത് ചോദിച്ചാലും, സ്വർഗ അപവർഗ പ്രദായിനി, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവള്. സ്വർഗം കൊടുക്കും, അപവർഗവും കൊടുക്കും. അപ്പോ ദേവി എന്ന് പറയുന്നത് എന്താ, എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് തരുന്ന കൽപ്പവൃക്ഷമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് കാമക്രോധ ലോഭങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് വേണം, ഈ ദേവി മഹാത്മ്യത്തിലിരിക്കുന്ന ചണ്ഡികാ പരമേശ്വരി, ഇനി നമുക്ക് ചണ്ഡി തത്വം കൂടി നോക്കണം. അത് ലളിത ത്രിപുര സുന്ദരിയാണെന്ന് പറയാതെ എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം ദുർഗാ പരമേശ്വരി എനിക്ക് ചണ്ഡികാ പരമേശ്വരി ലയിപ്പിക്കണം, എന്നാൽ മാത്രമേ എന്റെ സാധന പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരാണ് ചണ്ഡിക എന്നറിയും. ഇവിടെ എന്താ, ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവി, നമ്മുടെ കാമക്രോധങ്ങളെ ഇല്ലാതാക്കുന്ന ഹ്രീംകാര സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ മഹാലക്ഷ്മിയെ കാണുകയാണ് നമ്മൾ. കാരണം അമ്മ ഹ്രീംകാര സ്വരൂപിണി. ഹ്രീം എന്ന് പറഞ്ഞാല് ദൈവീക സമ്പത്തി എന്നാണ് അർത്ഥം. ഹ്രീം ആരുടെ മന്ത്രമാണ്, മഹാലക്ഷ്മി ബീജമാണ് അല്ലെ. അപ്പൊ നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റീസ് ആണ് മഹാലക്ഷ്മി തരുന്നതെല്ലാം. എന്താണ്, നമുക്ക് ഐശ്വര്യമാണ്. നമ്മളെ ഈശ്വര സമാനന്മാരാക്കുന്നതാണ് മഹാലക്ഷ്മി അല്ലെ. ഐശ്വര്യങ്ങള്, ഈ പറയുന്ന നെഗറ്റീവ് ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ നിന്ന് പോകുമ്പോ ദേവി നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തന്നെ അനുഗ്രഹിക്കണു അല്ലെ. നമുക്കെല്ലാം ആ ഒരു ജീവിതത്തിലെല്ലാം ഒരു താളത്തിൽ വന്നു ചേരണു. നമ്മുടെ കാമങ്ങളും മോഹങ്ങളും എല്ലാം ഇല്ലാതായി യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കണു. അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ ശത്രുക്കളെ ജയിക്കാൻ പറ്റില്ല. കാരണം യഥാർത്ഥ സ്വരൂപം, ഈ അഷ്ടൈശ്വര്യം തരുന്ന ദേവിയെ നമ്മുടെ ഉള്ളിൽ ഇരുത്തണം. അമ്മ കാമധേനുവാണ്.
അമ്മ അപവർഗവും മോക്ഷവും കൈവല്യവും തരുന്നതാണ്. അപ്പൊ സുരത സമാധിമാർക്ക് കൊടുത്ത പോലെ സുരഥന് മോക്ഷവും ചിത്തശുദ്ധി. എന്താ അവർക്ക് വരാൻ കാരണം? അവര് 3 വർഷം ദേവിയെ ഇടതടവില്ലാതെ ദേവിയുടെ മൃണ്മയീ സ്വരൂപം, ദേവിയെ എന്താ പറയാ, ആ മണ്ണില് കളിമണ്ണ് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി അമ്മയെ പൂജിച്ചു എന്നാ പറയണത്. എന്നിട്ടും ദേവി വന്നില്ല. എന്നിട്ട് എപ്പോഴാ വന്നത്? സ്വന്തം ദേഹത്യാഗത്തിന് തയ്യാറായപ്പോ തന്റെ ശിരസാകുന്ന ഈഗോ അത് വെട്ടിക്കളയാൻ, ഇല്ലെങ്കിൽ തന്റെ രക്തത്തെ ദേവിക്ക് അഭിഷേകം ചെയ്യാന്ന് പറയാം. എന്താ ഈ രക്തം, തല എന്നൊക്കെ പറയുന്നത്? നമ്മുടെ ദേഹബോധം, നമ്മൾ ദേഹവുമായിട്ടാണ് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത്. അതല്ല ഇത് ഇല്ല അമ്മ, അമ്മയാണ് സത്യം എപ്പോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോഴും ആ ദേവി വന്നു. എന്ത് കൊടുത്തു? സുരഥനും സമാധിക്കും, സമാധിക്ക് കൈവല്യ മോക്ഷവും കൊടുത്തു, സുരഥന് 8ാമത്തെ മനുവും കൊടുത്തു. അപ്പൊ നമ്മള് ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന 700 മാല മന്ത്രം വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? നമുക്ക് എന്താ വേണ്ടത്? എന്ത് വേണോ ചോദിക്കാം അല്ലെ? മോക്ഷം വേണമെങ്കിൽ ചോദിക്കാം ഇല്ല, ഇല്ലെങ്കിൽ ഇനിയും ജന്മങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഉയർന്ന ജന്മം ചോദിക്കാം. അപ്പൊ ഈ ദേവി മഹാത്മ്യം നമുക്ക് തരുന്നത് ഈ 13 അധ്യായങ്ങളിലൂടെ നമസ് ചണ്ഡികായേ നമ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദേവിയെ വേറൊരു നാമവും വെച്ച് നമ്മൾ പറയാത്തത്? അവസാനം നമ്മൾ ചണ്ഡിക തത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം ഈ ഒരു ദേവി മഹാത്മ്യത്തിലെ ആ ഒരു ധ്യാന ശ്ലോകം, മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപ ആരോഗ്യമേ ഹേലാ നിർമ്മിത ധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃത രക്തബീജധനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. എന്താ ഇതിനകത്ത് പറയുന്നത്? ദുർഗേ, അമ്മേ, ദുർഗാ ഭഗവതി. ഇപ്പൊ ചണ്ഡികയെ, അപ്പൊ എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ദേവിയെ ഉടനെ പറയും നമസ് ചണ്ഡികായേ നമ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചണ്ഡികാ പരമേശ്വരി. എന്താ ഈ ചണ്ഡികയ്ക്ക് ഇത്രയും പ്രാധാന്യം ദേവി മഹാത്മ്യത്തില്? ആദ്യം മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നുണ്ട് സർവസ്യാധ്യ മഹാലക്ഷ്മി. അപ്പൊ ആദ്യം തന്നെ പറയണു ചണ്ഡിക സർവകാരണഭൂത, സർവകാരണഭൂതാശയ ശക്തി. ഭാവനോപനിഷത്തില് ഭാസ്കരരായ മഹി പറയണു അനേക ജന്മം പുണ്യം ദേവി ഉപാസനയ്ക്ക് വേണം. എവിടെയൊക്കെ രാമകഥ പറയുന്നു അവിടെയൊക്കെ ഹനുമാൻ നിറകണ്ണുകളോട് ഉണ്ടാകുമെന്ന് പറയാറുണ്ട് അല്ലെ? അതുപോലെ ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം ഇല്ലാതെ, ത്രിപുടി ഒന്നാവാതെ ദേവിയുടെ കാര്യം പറയാൻ സാധ്യമല്ല. ദേവിയെ പറയുന്നിടത്ത് ദേവി സാന്നിധ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ദേവി കഥകൾ പറയുമ്പോൾ, ദേവിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വളരെ ശുദ്ധത്തോടു കൂടി ഇരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദേവി ഇരുന്ന് കേൾക്കുകയാണ്, അല്ല പുറത്തു വന്നിരിക്കണമെന്നല്ല. ശ്രദ്ധയോടുകൂടി നമ്മള് അമ്മയെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ദേവി സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമ്മളിൽ എന്താ സംഭവിക്കുന്നത്? ധ്യാനം, ധ്യാതൃ, ധ്യേയം, എല്ലാത്തിലും 3 ഉണ്ടല്ലേ? അതിനെയാണ് നമ്മൾ ത്രിപുടി എന്ന് പറയുന്നത്. 3 പറയുന്ന ആള്, കേൾക്കുന്ന ആള്, പറയുന്ന തത്വം, ഈ 3 എണ്ണം. അപ്പൊ ഇത് എന്ന് പറയും 3 എന്നതിനെയാണ് നമ്മൾ ചണ്ഡി തത്വം എന്ന് പറയുന്നത്. കാരണം ദേവി മന്ത്രമാണ്. ദേവി മന്ത്രത്തിനെല്ലാം 3 കൂടങ്ങളുണ്ട്. ഈവൻ നവാക്ഷരി മന്ത്രത്തിന് ഐം ഹ്രീം ക്ലീം എന്ന് പറയുന്ന 3 കൂടങ്ങൾ അല്ലെ? അപ്പൊ കാതുണ്ടെങ്കിൽ മാത്രം കേൾക്കാൻ പറ്റുന്നതല്ലിത്. നമുക്ക് ചെവി ഉണ്ടെങ്കിൽ ഇത് കേട്ടതുകൊണ്ട് മനസ്സിലാവണമെന്നില്ല. അതിന് മുകളിൽ ഒരെണ്ണം വേണം. എന്താ? മനക്കണ്ണ് തുറക്കണം. എന്നാൽ മാത്രമേ കേൾക്കാൻ പറ്റൂ. ഇത് കേട്ടത് കൊണ്ട് കാര്യമില്ല, ഇതിനെ മനസ്സിലാക്കണം. ഭഗവത്ഗീതയിൽ എന്താ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്? അർജുനൻ കൂട്ടുകാരനാണ്, ഭക്തി, അതായത് ഭക്തി വിശ്വാസമുള്ള ആളാണ്. ഇതിനൊക്കെ ഉപരി എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് പറയാൻ കാരണം? ക്ഷാഹിമാം പ്രപന്നം, ഭഗവത് പാദത്തിൽ ശരണാഗതി ചെയ്തവനാണ്. അതുപോലെ നമ്മൾ എന്താ? സുരതനും സമാധിയും സുമേധസിന്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങളുടെ ദുഃഖത്തിന് കാരണം എന്താണ്? ഈ മഹാമായയാണ്. ഈ മഹാമായ എന്റെ ദുഃഖത്തിന് എങ്ങനെ കാരണക്കാരിയായി, എങ്ങനെ എന്റെ ദുഃഖത്തെ മാറ്റാം എന്ന ശക്തിയെ കുറിച്ച് പറഞ്ഞു തരുമെന്ന് ശരണാഗതി ചെയ്തു. അതുപോലെ നമ്മൾ എന്താ? ഗുരു പരമ്പരയ്ക്ക്, ഗുരു പാദങ്ങളിൽ ശരണാഗതി ചെയ്യണം. എന്റെ ദുഃഖത്തിന് എന്താണ് കാരണം പറഞ്ഞു തരണം എന്ന് പറയുമ്പോഴാണ് സ്വസ്വരൂപ ദർശനം നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം സുരത സമാധിമാര് ശ്രദ്ധയും ഭക്തിയും ഉള്ളവരാണ്. സുമേധസിന് അറിയാം അത് അല്ലെ? അങ്ങനെ ശ്രദ്ധ ഭക്തി കൊണ്ട് ഉയർന്നവരോട് മാത്രമേ ദേവി തത്വത്തെ കുറിച്ച് പറയാൻ സാധ്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കേട്ട് അത് കളയും. എന്തുകൊണ്ടാണ് ദേവി ഉപാസകരോട് മാത്രമായിട്ട് ഇത് പറയുന്നത്? ഇതുകൊണ്ടാണ് ഇതിന് രഹസ്യം എന്ന് പറയുന്നത്. വേദം പറയണു ശ്രദ്ധ ഭക്തി ഇല്ലാത്തവർക്ക് നിവർത്തി മാർഗത്തിൽ ഉയരാൻ പറ്റില്ല. അവരെപ്പോഴും ഗാർഹസ്ഥ്യരായിട്ടിരിക്കും. നമ്മുടെ ഗൃഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ആ ശരീരമാണ് യഥാർത്ഥ ഗൃഹമെന്ന് തെറ്റിദ്ധരിച്ച് അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കളിൽ മാത്രമായിരിക്കും നമ്മുടെ ധ്യാനം, നമ്മുടെ ആസക്തി. പക്ഷെ ഇതില് ഈ ദേവി ഇരിക്കുന്ന ഗൃഹമാണെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ ശരീരം അല്ലേ? നമ്മളെ ഗൃഹാതി ഗൃഹം, നമ്മളെപ്പോഴും പെരുമാറുന്ന സ്ഥലം. നമ്മൾ ഈ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു വീടുണ്ട്.
നമ്മൾ അതിനെ ഗൃഹമായിട്ട് കാണണം. അല്ല, നമ്മുടെ യഥാർത്ഥ സ്വഗൃഹം ഏതാണ്? നമ്മുടെ ശരീരം. ഈ ശരീരത്തിൽ വേറൊരു ഗൃഹമുണ്ട് നമ്മൾ കാണാത്ത. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ചിന്താമണി ഗൃഹം, നമ്മുടെ മനസ്സിരിക്കുന്ന ഗൃഹം. അവിടെ നമ്മൾ ഇരിക്കുന്ന ദേവിയെ അറിയണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണം. നമ്മൾ നിവർത്തി മാർഗത്തിൽ സഞ്ചരിക്കണം, നമ്മൾ ഉയരണം. ദേവി അനുഗ്രഹം ഇല്ലാതെ ബ്രഹ്മസ്വരൂപിണിയായിരിക്കണം അമ്മയുടെ പാദങ്ങളെ നമസ്കരിച്ച് ആ ഒരു സകലതും അവിടെ ശരണാഗതി ചെയ്യാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് നമുക്ക് ഒരിക്കലും യോഗ്യരാവുന്നില്ല. അങ്ങനെ മുതിരുന്നവർക്ക് മാത്രമേ ദേവി തത്വം പറഞ്ഞു കൊടുക്കാവൂ. എന്താ ദേവി മഹാത്മ്യം തന്നെ പറയുന്നുണ്ട്, യാ ദേവി സ്തുയതേ നിത്യം വിബുധൈ വേദപാരംഗേ സാമേ വസതു ജിഹ്വാഗ്രേ ബ്രഹ്മരൂപ സരസ്വതി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രം ദേവിയെ, വിബുധൈ ബുദ്ധിയുള്ളവര്, പണ്ഡിതന്മാര്, ശ്രദ്ധാലുക്കള്, അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അവരുടെ ഉള്ളില് ഈ ദേവി എന്താ? ജിഹ്വാഗ്രേ, അവരുടെ നാവിന്റെ തുമ്പില് ദേവി കളിക്കും. അവർക്ക് ദേവിക്ക് ഇഷ്ടം ആരെയാ? ദേവിയോട് ശ്രദ്ധയോടെ. നമുക്കൊരു അമ്മയ്ക്ക് എത്ര മക്കൾ? 5 മക്കളുണ്ട്. അതിൽ ഒരാൾക്ക് അമ്മയോട് പരമമായിട്ടുള്ള സ്നേഹമുണ്ട്. എപ്പോഴും അമ്മയെ കുറിച്ച് ചിന്തിക്കണു, എല്ലാം അമ്മയ്ക്ക് കൊടുക്കണു, ഇല്ലേ? ഒരു അമ്മയായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. നമ്മുടെ 4 മക്കളെക്കാളും നമുക്ക് സ്നേഹം ആരോടായിരിക്കും? നമ്മളെ ശ്രദ്ധിക്കുന്ന കുഞ്ഞിനോടായിരിക്കും, അല്ലേ? അതൊരു സാമാന്യ ഒരു മനുഷ്യ ഒരു ഫിസിക്കൽ ബോഡിയിൽ അങ്ങനെയാണെങ്കിൽ, അപ്പൊ ഈ പറയുന്ന ജഗദംബികയായിരിക്കണം അനേക കോടി എന്താ പറയാ വസ്തുക്കളുടെ ജീവികളുടെ അമ്മയായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് എവിടെയാണോ ശ്രദ്ധയും ഭക്തിയും കൊടുക്കുന്നത് അവരോടൊരു പ്രത്യേക കരുണയുണ്ട്. അപ്പൊ അവർക്ക് ദേവി അനുഗ്രഹിക്കുന്ന പറയുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ ചണ്ഡി എന്ന് പറഞ്ഞാൽ എന്താ? ശണ്ട ചെയ്യുന്നവളെന്ന് തോന്നും കേട്ടാൽ, അല്ലെ? ചണ്ഡി, പിടിവാശി ഉള്ളവളെന്നൊക്കെ തോന്നും. ചണ്ഡി എന്നാല് ദേവി മഹാത്മ്യം ചണ്ഡി നവാക്ഷരി എന്ന് പറയും. ശരിക്കും പറഞ്ഞാല് ഓം നമഃ ചണ്ഡികായൈ നമ എന്ന് പറയുമ്പോൾ നവാക്ഷരി മന്ത്രമാണ് നമ്മൾ അവിടെ ജപിക്കുന്നത്. കാരണം ചണ്ഡി നവാക്ഷരി. അപ്പൊ ദേവി മഹാത്മ്യം വ്യാസന്റെ 18 പുരാണങ്ങളിലെ മാർക്കണ്ഡേയ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. 13 അധ്യായങ്ങള് ദേവി മഹാത്മ്യത്തില്. ശരിക്കും പറഞ്ഞാൽ രുദ്രയാമളം, മേരുതന്ത്രം, കാത്യായനി തന്ത്രം, ഇതിലൊക്കെ ധാരാളം പറയുന്നുണ്ട്. ദേവി മഹാത്മ്യം കൊണ്ട് നമ്മൾ ഹോമം, ബ്രഹ്മസായുജ്യം ഒക്കെ കൈവരിക്കാന്ന് പറയുന്നുണ്ട്. കാരണം വേദം എന്ന് പറയുന്നത് അനാദിയാണ്. അതുപോലെ ഈ സപ്തശതി അനാദിയാണ്. ഇതിൽ 3 ചരിതങ്ങൾ. അതിൽ പ്രഥമ ചരിതം ദേവി മധുകൈടവന്മാരെ എന്താ പറയാ, മധുകൈടവന്മാരെ നാരായണൻ വധിക്കുന്നു. 2ാമത്തെ ചരിതത്തിലെ മഹിഷാസുരൻ, 3ാമത്തെ ചരിതത്തിലെ ശുംഭ നിശുംഭന്മാരെ. ഇതിൽ നിന്ന് ദേവി എന്തിനാണ് വന്നത്? ദുഷ്ടനിഗ്രഹത്തിനാണ് വന്നത്, അല്ലെ? ശിഷ്ട പരിപാലനം. ഇതാണ് നമുക്ക് തോന്നാം. നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുന്ന, ഞാൻ ഇനി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ ആ ഒരു തത്വത്തിലേക്കാണ് പോണത്. കാരണം ഈ ചണ്ഡികാ പരമേശ്വരി ആരാണ്? അത് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ശരണാഗതി ചെയ്യാൻ പറ്റൂ. ഈ പറയുന്ന ശ്രീവിദ്യ ഉപാസകരായിരിക്കുന്ന എല്ലാവരും ഈ ചണ്ഡികാ പരമേശ്വരി ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാല് തന്റെ സ്വസ്വരൂപത്തെ അറിയുന്നതിന് തുല്യം. അതുകൊണ്ട് അതിരഹസ്യമായിരിക്കുന്ന ആ ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അമ്മ ഈ ദുഷ്ടനിഗ്രഹം, അതിനാണ് അമ്മ ആവിർഭവിച്ചിരിക്കുന്നത്, ഈ ശിഷ്ടരെ പരിപാലിക്കാൻ. ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ ഇതില് വളരെ വളരെ മഹത്തായിരിക്കുന്ന രഹസ്യ തത്വങ്ങൾ ഒളിച്ചിരിക്കുകയാണ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ, ശരിക്കും പറഞ്ഞ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഇത് തന്നെയാണ് ദേവി ഇവിടെ ചെയ്യുന്നത്. എവിടെയാണോ അധർമ്മം വരുന്നത് അവിടെ അപ്പോഴൊക്കെ ഞാൻ വരും, ഇല്ലേ? ആ ദേവി ഇതേപോലെ ഓരോ അസുരന്മാര് വരുമ്പോഴും ഓരോ വിധത്തിൽ വന്ന് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദേവിയെ അറിയാനുള്ള വഴികളാണെന്ന് നമ്മൾ കാണണം. കാരണം ഈ അസുരന്മാര്, ആസുരിക ഭാവമൊക്കെ എന്താണ്? അപ്പൊ സംശയാത്മാ വിനശ്യതി. നമുക്കെല്ലാം എന്താ? എല്ലാത്തിനും സംശയമാണല്ലേ? കാരണം അന്വേഷിച്ചു പോയി ദേവിയെ അറിയണം. എന്നാലേ നമുക്ക് നമ്മുടെ കാരണദേഹം ശുദ്ധമാവുള്ളൂ. കാരണ ശരീരം എന്ന് പറഞ്ഞ ജന്മത്തിന് കാരണമായിരിക്കുന്ന ഒരു ശരീരം നമ്മുടെ ഉള്ളിലുണ്ട്. ശരിക്കും ഈ ആബ്സല്യൂട്ട് ട്രൂത്ത്, ഈ യഥാർത്ഥ സത്യത്തില് നമ്മൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ റിലേറ്റീവ് ട്രൂത്തിലൂടെ നമ്മൾ ഈ അപരോക്ഷമായിരിക്കുന്ന സത്യത്തിലൂടെ സഞ്ചരിക്കണം എന്ന വിചാരം ചെയ്യണം. എന്നാൽ മാത്രമേ ദേവി മഹാത്മ്യത്തിൽ ഇരിക്കുന്ന ഗൂഢ അർത്ഥം നിറഞ്ഞ ഈ സത്യത്തെ നമുക്ക് അറിയാൻ പറ്റൂ. കാരണം എന്താ? ഇത് അതീവ രഹസ്യമാണ്. അതാണ് ആദ്യമേ പറഞ്ഞത്. ഈ ദേവിയെ നമ്മളെ ശരണാഗതി ചെയ്യുന്നവർക്ക് മാത്രമേ ദേവി അനുഗ്രഹം കിട്ടുള്ളൂ. അല്ല അമ്മയ്ക്ക് നമ്മളോട് ദേഷ്യമല്ല, അത് നമ്മുടെ കുറ്റമാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അമ്മയ്ക്ക് ആ പാദങ്ങൾ സ്മരിച്ച് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിന് മുതിരണം. ബ്രഹ്മസാക്ഷാത്കാരം തരൂ അമ്മേ
എനിക്ക് ജീവബ്രഹ്മ ഐക്യം തരൂ, എനിക്ക് ഈ അപവർഗമായിരിക്കണം, എനിക്ക് മോക്ഷമായിരിക്കണം, ആ തലം എനിക്ക് തരണം എന്ന് നമ്മൾ ശരണാഗതി ചെയ്യണം. അപ്പോഴും മാത്രമേ ഈ സ്വർണപാത്രം കൊണ്ട് മൂടിവെച്ച സത്യത്തെ ദേവി നമുക്ക് കാണിച്ചു തരുള്ളൂ. അത് വിചാരം ചെയ്യണം. അപ്പൊ ശിവന് മാത്രമേ ഈ സത്യം മുഴുവൻ അറിയാവുന്നു. വേദങ്ങൾ പറയണു ഈ ഒരു ദേവി മഹാത്മ്യത്തിന്റെ സത്യം ശിവന് മാത്രമേ മുഴുവനും അറിയാവൂ. ശ്രീഹരി എന്ന് പറയുന്ന മഹാവിഷ്ണുവിന് മുക്കാലറിയാം, ബ്രഹ്മാവിന് ഒരു കാലറിയാം, വ്യാസന് എഴുതിയിട്ടും ഒരു കാല് മാത്രമേ അറിയാവൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് പോലും എന്താ പറയാ ഇത്രയും അറിയാൻ പറ്റൂ ദേവിയെ കുറിച്ച്. അപ്പൊ നമ്മളോ, നമുക്ക് കോടിയിൽ ഒരു അംശം മാത്രം അറിയാം. കോടിയില് ഒരു തുള്ളി, ഒരു പൊട്ട് പോലും നമുക്ക് അറിയാമോ എന്ന് അറിയില്ല. ദേവിയുടെ പരിപൂർണ കടാക്ഷം ഉണ്ടെങ്കിലേ ഒരു അംശം പോലും നമുക്ക് അറിയാൻ സാധിക്കൂ. ഇത് സാധകന്റെ ഭക്തന്റെ മനോനില അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം രാമായണം എഴുതിയത് വാൽമീകിയാണ്. രത്നാകരിൽ നിന്ന് സപ്തർഷി സംസർഗം കൊണ്ട് ജപതപങ്ങൾ കൊണ്ട് വാൽമീകിയായിട്ട് മാറി അല്ലെ. അദ്ദേഹം ഒരു ദിവസം തമസാ നദിയിൽ കുളിക്കാൻ പോയപ്പോ അവിടുത്തെ ആ ഒരു മരത്തിലെ ക്രൗഞ്ച മിഥുനത്തെ കണ്ട് സല്ലപിച്ചുകൊണ്ടിരിക്കണ കണ്ടു. പ്രകൃതി മനോഹരമായിരിക്കണു, ശാന്തമായിരിക്കണു. ഇതാണ് ഒരാളുടെ മനോനില എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തരുടെ മനോനില അനുസരിച്ചാണ് ആസ്വദിക്കാനുള്ള ശക്തി. പ്രപഞ്ചത്തിലെല്ലാം ഒരു കാക്ക കരയുന്നത് പോലും മനോഹരമാണ്. പക്ഷെ അതിന് ആ സൗന്ദര്യം അത് മനസ്സിൽ നമുക്കുണ്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. ഈ മഹാലക്ഷ്മിയെ തന്നെയാണ് നമ്മൾ ചണ്ഡി എന്ന് പറയുന്നത്. ഈ ഇണപക്ഷികള് ആനന്ദമായിരുന്നപ്പോ ഒരു കാട്ടാളൻ അതില് ആൺപക്ഷിയെ അമ്പെയ്ത് നിലത്തിട്ടു അല്ലെ, വധിച്ചു. നിലത്ത് വീണ് പിടയുന്ന പക്ഷിയെ കണ്ട് വാൽമീകിയുടെ മുമ്പില് ആ നാവിൽ നിന്ന്, അതായത് എല്ലാത്തിനോടും എല്ലാ സഹജീവികളോടും സ്നേഹമുള്ള വാൽമീകിയുടെ ഉള്ളിൽ നിന്ന് വന്ന ശ്ലോകമായിട്ട് പുറത്തു വന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത്? മാ നിഷാദ പ്രതിഷ്ഠ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിരിക്കുന്ന രാമായണ കാവ്യത്തിന്റെ ആദ്യ ശ്ലോകം. കാരണം ഈ ക്രൗഞ്ച മിഥുനങ്ങളില് ഒന്നിനെ വധിച്ചത് കൊണ്ട് നീ ഇനി സന്തോഷമായിട്ടിരിക്കില്ല കാട്ടാള. അപ്പൊ സന്തോഷമായിട്ടിരിക്കുന്ന ഒന്നിനെ വധിക്കുന്നത് പാപമാണ് എന്നർത്ഥം. നമ്മളും എന്താ ശരിക്കും വേടനായിട്ടിരുന്ന എത്രയോ പ്രാണികളെയാണ് നമ്മൾ ഹിംസ ചെയ്യുക നമ്മുടെ ജീവിതത്തില്. ഈ ജീവഹിംസ കണ്ട് ശരിക്കും ശമം ദമം എല്ലാം ഉള്ള ഒരു മഹർഷിക്ക് ഓരോ പ്രാണനിലും ഈശ്വരനെ ദർശിക്കുന്നതാകുന്നതുകൊണ്ട് വളരെ ദുഃഖം ഉണ്ടായി എന്നാ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ബ്രഹ്മാവ് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, ആദി കാവ്യത്തിന്റെ ആദ്യ ശ്ലോകം എഴുതി കഴിഞ്ഞല്ലോ എന്ന് വാൽമീകിയോട് പറയാണ്. ദുഃഖം കൊണ്ട് പറഞ്ഞതാണിത്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, എന്താ പറയാ, അതിന് വേറൊരു അർത്ഥം കൂടെ നമ്മൾ എടുക്കണം. മാ എന്നാല് മഹാലക്ഷ്മി എന്ന അർത്ഥം. മഹാലക്ഷ്മിയുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ആ ദേവി, അല്ലയോ ഭഗവാനെ അവിടുന്ന് ജയിക്കട്ടെ. ഇപ്പൊ ക്രൗഞ്ചമിഥുനം അസുര ദമ്പതികള്, രാവണൻ മണ്ഡോദരി അല്ലെ, രാവണൻ കാമമോഹിതനാണ്, മണ്ഡോദരി പതിവ്രതയാണ്. രാമനായിട്ട് രാവണനെ വധിച്ച് നീ ജയിക്കട്ടെ. അപ്പൊ നിമിത്ത മാത്രം നിന്റെ ശരീരം എന്നെഴുതി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ശരീരം കിട്ടിയിട്ടുണ്ട് ഇല്ലേ? കാരണം ഇതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം ദേവി മഹാത്മ്യത്തില് സപ്തശതി എന്ന് പറയുന്നത് 700 ശ്ലോകങ്ങളാണ്. ഇതില് പാതി ഉവാച മന്ത്രങ്ങളാണ്. വേദത്തിൽ ഇതിനെ എങ്ങനെയാണോ മന്ത്രം, അതുപോലെ ഈ 700 മന്ത്രങ്ങൾ അത് ജപിച്ച് അഗ്നിയിൽ ആഹൂതി കൊടുക്കാം. അതുകൊണ്ടാണ് ഇതിനെ മന്ത്രം എന്ന് പറയുന്നത്. ഇതിനെ സപ്തസതി എന്നും പറയും. സതി എന്ന് പറഞ്ഞാല് ദേവി എന്നർത്ഥം. സതീ ദഹനം നമുക്കറിയാം അല്ലെ, ശിവന്റെ പത്നിയായിട്ടിരുന്ന സതീദേവി. ഇതിനെ സപ്തസതി എന്നും പറയും, സപ്തശതി എന്നും പറയും. കാരണം എന്താ, 7 ദേവികളായിട്ട് 3 ചരിതത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയുന്നു. പ്രഥമ ചരിതത്തിൽ ആരൊക്കെയാ പ്രധാനപ്പെട്ട ദേവിയാണ്? കാളി, താര, ചിന്നമസ്ത, സുമുഖി, ബാല, കുബ്ജ, ഭുവനേശ്വരി. മധ്യമ ചരിതത്തിലെ മഹാലക്ഷ്മി, ലളിതാ പരമേശ്വരി, കാളി, ദുർഗ, സരസ്വതി, ഗായത്രി, അരുന്ധതി. ഉത്തമ ചരിതത്തില് ബ്രാഹ്മി തുടങ്ങിയിട്ടുള്ള സപ്തമാതൃക്കള്. അപ്പൊ നമുക്ക് എല്ലാത്തിലും ദേവി എന്താ, ആ ഒരു ഓരോ രക്തബീജം വന്നപ്പോൾ, ഓരോ രീതിയിൽ ആസുരിക ശക്തികൾ വന്നപ്പോൾ ദേവിയെ സഹായിക്കാനായിട്ട് എന്താ പലതരത്തിലുള്ള ദേവീ ശക്തികൾ തന്നെ വന്നു. അപ്പൊ സമഷ്ടി രൂപത്തിൽ 7 പേരും നമ്മൾ എന്താ 7 ദേവിമാരായിട്ട് നമ്മൾ പറയണം. ആ 7 ദേവിമാരാണ് നന്ദജ, ശതാക്ഷി, ശാകംബരി, ഭീമ, ദുർഗ, രക്തദന്തിക, ഭ്രാമരി. ഇങ്ങനെ ചണ്ഡി പാഠം എന്ന് പറയുന്നത് 7 ദേവികളെ, ഈ പറയുന്ന ചണ്ഡി എന്ന് പറയുന്ന ദേവിയിൽ നിന്ന് വന്നിരിക്കുന്ന 7 ഭാവങ്ങളാണ്. ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ മഹാലക്ഷ്മി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, സമഷ്ടി സ്വരൂപ ചണ്ഡികായൈ നമ എന്ന് പറയുന്നത്. ഏത് ദേവി മഹാത്മ്യം വായിക്കുമ്പോഴും എപ്പോഴും നമ്മൾ അവസാനം നമസ് ചണ്ഡികായൈ നമ. പക്ഷെ എന്താ അതിന്റെ മുഴുവൻ അർത്ഥം?
മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി സമഷ്ടി സ്വരൂപേണ. ഇവര് മൂന്ന് പേരും കൂടെ ഇവരെന്താ വെഷ്ടി സ്വരൂപത്തിൽ മൂന്നായിട്ട് മൂന്ന് ഗുണങ്ങൾക്ക് അധിപരായിട്ടിരിക്കുന്നു. പക്ഷെ സമഷ്ടി സ്വരൂപത്തില് ആരാണ് ഈ ദേവി? സമഷ്ടി സ്വരൂപ ചണ്ഡികായേ നമ. ഇപ്പൊ കാളിയായിട്ട് മധുകൈടബനെയും ലക്ഷ്മിയായിട്ട് മഹിഷാസുരനെയും സരസ്വതിയായിട്ട് ശുംഭനിശുംഭന്മാരെയും വധിച്ചത് കാരണം സമഷ്ടി ചണ്ഡികാ പരമേശ്വരി എന്ന് പറയണു. മനുഷ്യർക്കെല്ലാം നമുക്കറിയാം ഇന്ദ്രിയ ഗോചരമാണ് ദേവി. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ശക്തിയാണ്. നമുക്ക് കാണുന്നതിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ, ഇല്ലേ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ശക്തി. അപ്പൊ നമുക്ക് ലിമിറ്റഡ് അറിവിലൂടെ നമുക്ക് അളക്കാൻ പറ്റാത്തതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് അതീന്ദ്രിയ ശക്തി, അതീന്ദ്രിയമായിരിക്കുന്ന നമ്മുടെ അകക്കണ്ണ് തുറക്കണം. അളക്കാൻ പറ്റാത്തതിനെ അപരിമേയമായിരിക്കുന്ന ശക്തിയെ നമുക്ക് അറിയണതിന് നമുക്ക് നാമവും രൂപവും കൊടുക്കണം, ഇല്ലേ? നമുക്ക് നാമരൂപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിനെ നമുക്ക് കാണണം, കേൾക്കണം, എന്നാലേ വിശ്വസിക്കാൻ പറ്റൂ. നമുക്കിപ്പോ ശരിക്കും പറഞ്ഞ രൂപം കൊടുക്കണം. നമുക്കിപ്പോ ജലം H2O എന്ന് പറഞ്ഞാല് നമുക്ക് ജലമാണ്. അതൊരു ഗ്ലാസ്സിൽ വെച്ച് നമുക്ക് മനസ്സിലാവണം ഇതിന് H2O, ഇത് ജലം, ഇതിനകത്ത് 3 കോമ്പോണന്റ് ഉണ്ട്. നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ അത് കാണണം, അല്ലാതെ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ ഭഗവതിയെ അറിയാനായിട്ട് ചണ്ഡി എന്നുള്ള ഒരു പേരില് ദേവിയെ ഒരു മന്ത്രം ഒരു ചക്രമൊക്കെ കൊടുക്കുന്ന, അതായത് എല്ലാം ഒന്നിൽ നിന്ന് വരുന്നു, ഏകമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപിണിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നാമരൂപങ്ങൾക്ക് അപ്പുറമാണ് ഈ ദേവി എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നാമരൂപങ്ങൾ നമ്മൾ കൊടുക്കണം. എന്നാലേ നമ്മുടെ മനസ്സ് ഒതുങ്ങുള്ളൂ. കാരണം എന്താ? നമുക്ക് പല രൂപത്തിൽ നമ്മുടെ പ്രോബ്ലം വളരെ വൈവിധ്യമാർന്നതാണ്, അല്ലെ? നമുക്ക് ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം 3 ദുഃഖങ്ങളിൽ വലയുന്നവരാണ്. 3 ശാന്തി മന്ത്രങ്ങൾ പറഞ്ഞിട്ടും നമ്മുടെ ദുഃഖങ്ങൾ മാറണില്ല. അപ്പൊ നമുക്ക് ദേവി എന്ത് വേണം? 3 തലത്തിൽ കാണണം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒരു ദേവിക്ക് ധ്യാന ശ്ലോകം വേണം. ഈ പരാശക്തിയെ അറിയാനായിട്ട് നമ്മള് ചണ്ഡിയുടെ ധ്യാനം, അതാണ് മാതർമേ എന്ന് പറയുന്ന മുഴുവനും ദേവി മഹാത്മ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ശ്ലോകമാണ് മാതർമേ മധുകൈടഭഗ്നി. നമ്മുടെ 3 തലങ്ങളില് നമ്മൾ പറഞ്ഞു, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ശുദ്ധീകരിക്കുന്ന, എല്ലാ രാക്ഷസന്മാരെയും ഇല്ലാതാക്കുന്ന ചണ്ഡികയായിരിക്കുന്ന ഭഗവതിയുടെ ധ്യാനമാണ് മാതർമേ മധുകൈടഭഗ്നി. എപ്പോഴും അത് പറഞ്ഞോളണം. കാരണം ദേവി മഹാത്മ്യം മാലാമന്ത്രമാണ്. കാരണം ഇത് എൻ്റെ ഒരു സൈക്കിളായിട്ട്, ഒരു സർക്കിളായിട്ട് വരുന്നതാണ് മാലാമന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ മാതർമേ എന്ന് പറയുമ്പോൾ ആ ധ്യാന ശ്ലോകത്തില് പൂർണ്ണമായിരിക്കുന്ന 700 മന്ത്രങ്ങളിൽ ഇരിക്കുന്ന നെഗറ്റീവ്സ്, അതായത് ആ മന്ത്രസ്വരൂപം എന്താ ഇല്ലാതാക്കുന്നത്? ഇതിനകത്ത് നമ്മുടെ ആ മധുകൈടഭൻ മുതല് അവസാനം ശുംഭനിശുംഭന്മാർ വരെയുള്ള എല്ലാ ആസുരിക ശക്തികളെയും ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണ് ഈ ധ്യാന ശ്ലോകം. അപ്പൊ സാവർണി സൂര്യതനയോ യോമനു കത്യദഷ്ടമ എന്ന് പറയുമ്പോൾ സാവർണി ഭവിതാമനുഹു, നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? സാവർണി സൂര്യതനയോ എന്നാണ്, അല്ലെ? അപ്പൊ അവസാനം എന്താ പറയുന്നത്? സാവർണി ഭവിതാമനുഹു. അപ്പൊ അങ്ങനെ എന്തിൽ തുടങ്ങി? സാവർണിയിൽ തുടങ്ങി സാവർണിയിൽ അവസാനിക്കുന്നതുകൊണ്ടാണ് ഇതിനെ മാലാമന്ത്രം എന്ന് പറയുന്നത്. ഇനി ധ്യാന ശ്ലോകവും മാലാമന്ത്രമാണ്. മാതാ എന്ന് പറഞ്ഞ അമ്മ. അപ്പൊ അംബികെ എന്ന അവസാനം, ഇല്ലേ? മാതർമേ മധുകൈടഭഗ്നി, അവസാനം എന്താ? നമസ്തേംബികെ. രണ്ടും അമ്മ എന്നുള്ള വാക്കില തുടങ്ങുന്നത്. അമ്മ ആരാ? നമുക്ക് അമ്മ ആരാണ്? നമ്മളെ ഗർഭപാത്രത്തെ വഹിച്ച ഒരു ശക്തിയാണ് അമ്മ, അല്ലെ? അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? ദേവിയുടെ ഉള്ളിലായിരുന്നു. നമ്മൾ പുറത്തു വന്നു, ശരീരം കിട്ടി പുറത്തു വന്നു. അപ്പൊ നമുക്ക് ഈ ശരീരം തന്നതാരാ? നമ്മുടെ അമ്മ. നമ്മുടെ അച്ഛനെ കാണിച്ചു തരണമെങ്കിൽ ആര് വേണം? അമ്മ വേണം. ഇവിടെ ഈ ഒരു ധ്യാന ശ്ലോകത്തിൽ തന്നെ അമ്മ എന്ന് വിളിക്കുമ്പോ അംബികയെ എല്ലാരും ജനിപ്പിച്ച അല്ലയോ ദേവി പരാശക്തി എന്നാണ് അർത്ഥം. അപ്പൊ അംബിക എന്നുള്ളത് കൊണ്ടും തുടങ്ങുന്നത് മാതാ എന്നുള്ളത് കൊണ്ടും ദേവി ആരാണ്? ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപിണിയാണ്. ഈ മന്ത്രം, അതായത് ഈ ധ്യാന ശ്ലോകം മാതർമേ എന്ന് പറയുന്നത്, അതായത് അല്ലയോ അമ്മേ, അംബികേ, ഹേ ദുർഗേ, ദുരിതം ഹര, ദുർഗേ ദും ദുർഗായേ നമ, എന്റെ സംഹരാശു ദുരിതം, എന്റെ ഒബ്സ്റ്റക്കിൾസ്, ദുർഗമനെ വധിച്ച അല്ലയോ ദുർഗാ പരമേശ്വരി. ദുർഗം എന്നാല് പറഞ്ഞ കഷ്ടപ്പെട്ട് എത്തിച്ചേരേണ്ട സ്ഥലമാണ്. ഇപ്പൊ ജീവൻ ബ്രഹ്മത്തെ നോക്കി യാത്ര ചെയ്യാണ്. ബ്രഹ്മ സായുജ്യമാണ് ഏത് ജീവന്റെ ലക്ഷ്യം, അല്ലെ? അപ്പൊ അല്ലെങ്കിൽ അതുവരെ നമ്മൾ ജന്മം എടുത്തുകൊണ്ടേയിരിക്കും. ഈ അജ്ഞാനമാകുന്ന ആവരണം മാറണം. ഈ 3 മലത്രയങ്ങൾ ഇല്ലാതാവണം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? ഹേ ദുർഗേ ദുരിതം ഹര, ദും ദുർഗായേ നമ, അല്ലയോ ചണ്ഡിക പരമേശ്വരി ആയിരിക്കുന്ന ദേവി, എന്റെ അമ്മേ, മാതർമേ, എന്റെ അമ്മയായിരിക്കുന്ന അല്ലയോ ഭഗവതി അംബികെ. അപ്പൊ ഈ ഒരു ധ്യാന ശ്ലോകത്തിൽ തന്നെ നമ്മൾ എന്താ? ജീവ ബ്രഹ്മ ഐക്യമാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ബ്രഹ്മ സായുജ്യമാണ്, അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അമ്മയോട് പറയുകയാണ് ധ്യാന ശ്ലോകത്തിൽ തന്നെ, അല്ലെ? അപ്പൊ ഈ
ഈ പാത സുഗമമായിട്ട് അല്ല, എനിക്കറിയാം ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് ഈ സംസാര സാഗരത്തില്. അല്ലയോ ദുർഗേ ഭഗവതി, ദുരിതം എന്ന് പറഞ്ഞാല് എന്റെ ദുഃഖങ്ങള് ശരീര താതാത്മ്യം കൊണ്ട് എനിക്ക് വന്ന ഒരു ദുരിതങ്ങളെ ആ ഒരു എന്ത് ചെയ്യണം? ഹര എന്ന് പറഞ്ഞാൽ അമ്മയോട് പറയണം, അമ്മ ഇല്ലാതാക്കൂ. ലളിതാ സഹസ്രനാമത്തില് നമ്മള് ശ്രീമാത എന്ന് തുടങ്ങിയിട്ട് എവിടെ അവസാനിപ്പിക്കണു? അവിടെയും അംബിക, ലളിതാംബിക, ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. നോക്കൂ, രണ്ടിടത്തും അമ്മയാണ് വിളിക്കുന്നത്. ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് മക്കളോടുള്ള സ്നേഹം അത് അമ്മയ്ക്കറിയാം. പക്ഷെ മക്കള് വെറും നന്ദി കെട്ടവരാണ് അല്ലെ. നമ്മൾ ഒരിക്കലും അമ്മയെ കാര്യസാധ്യത്തിനല്ലാതെ വിളിക്കാറില്ല. അങ്ങനെ അല്ല. ദേവി ആരാണ്? ശരിക്കും പരബ്രഹ്മ സ്വരൂപിണിയാണ്. ഈ ലളിതാംബികയായിരിക്കണ അമ്മ, ദുർഗാ പരമേശ്വരിയായിരിക്കണ, ജഗദംബികയായിരിക്കണ അമ്മ, അമ്മയുടെ അടുത്ത് നമ്മൾ പറയണു, അല്ലയോ ദുർഗേ എന്റെ ദുരിതങ്ങളെ ഇല്ലാതാക്കൂ. അപ്പൊ ദേവി പരബ്രഹ്മ സ്വരൂപിണിയായ പരാമൃത ശക്തിയായിരിക്കണ ലളിതാംബികയാണ്. ഈ ഭഗവതിയെ അടയുന്നത് എളുപ്പമല്ല. എന്റെ തടസ്സങ്ങളെല്ലാം പുറത്തല്ല, അകത്താണ്. അതുകൊണ്ട് അത് മാറ്റിത്തരൂ അംബികെ. ഇത്രയും സൗമ്യമായിരിക്കുന്ന എന്താ പറയാ കാര്യത്തിന് ഒരു മകള് അല്ലെങ്കിൽ ഒരു മകൻ അച്ഛനോട് അമ്മയോട് എന്താ പറയാ, അമ്മയുടെ അടുത്ത് യുദ്ധത്തിന് ആയുധങ്ങൾ കൊണ്ടുവരാൻ പറയോ? അമ്മ എന്താ വരുന്നത്? അമ്മ എന്താ ആയുധങ്ങൾ? 18 ആയുധങ്ങളും കൊണ്ട് നമ്മൾ വിളിക്കുമ്പോ വരിക. യുദ്ധത്തിന് വരണു, രക്തപാനം ചെയ്യണു, മനുഷ്യരെയൊക്കെ മുറുക്ക് തിന്നണ പോലെ ചവച്ചരച്ച് കഴിക്കണു, ഭയം വരുത്തുന്നു ഇല്ലേ? ചർവയേതി അതിഭൈരവം, രക്ത നദി ഒഴുകണു. അമ്മ എനിക്ക് ഭയമാകണു. അല്ലയോ ദേവി, ഈ ദുർഗത്തെ മാറ്റാൻ, അതായത് ഈ തടസ്സങ്ങളെ മാറ്റാൻ എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണത്? എനിക്ക് ഭയമാണോ? നമ്മൾ മനുഷ്യരാണല്ലേ, നമുക്ക് രക്തം എന്ന് കേൾക്കുമ്പോ, മാംസം എന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയം. എന്താണ് നമുക്കിതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. കാരണം ദേവിയെ മനുഷ്യ സ്വരൂപമായിട്ട് കാണുമ്പോൾ ആ ഉപാധികളെല്ലാം സ്വീകരിക്കണമെന്ന് അർത്ഥം. രാമൻ, നാരായണൻ, എന്നിട്ട് എന്താ വിഷ്ണുലോകം എന്ന് പറയാതെ ബ്രഹ്മലോകം എന്ന് പറയുന്നത്? മനുഷ്യനായാലും അതുപോലെ ജീവിച്ച് കാണിക്കണം. അപ്പൊ ദേവിയും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളൊരു പാറ്റയോ പല്ലിയോ ഒക്കെ കണ്ട് ഭയന്ന ഒരു സ്ത്രീ തന്നെ ഭർത്താവിനെ ആശ്രയിക്കണം അല്ലെ, അതിനെ ഓടിക്കാൻ. എന്നാൽ ആ സ്ത്രീ തന്നെ തന്റെ 1 വയസ്സുള്ള കുഞ്ഞ് ഉറങ്ങുമ്പോൾ അതിന്റെ അടുത്തൊരു പാമ്പോ ഒരു ഭയങ്കരമായിട്ടുള്ള ജീവിയെ കണ്ടാൽ എന്താ, ആരെങ്കിലും ആശ്രയിക്കുമോ ആ സ്ത്രീ? അവര് ഭദ്രകാളിയെ പോലെ തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അതും കൊണ്ട് ഓടിച്ചെന്ന് തന്റെ കുഞ്ഞിനെ ആക്രമിക്കാൻ വരുന്ന അതിനെ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കും ഇല്ലേ, കുഞ്ഞിനെ രക്ഷിക്കും. ഒരു സാധാരണ സ്ത്രീ എങ്ങനെയാണെങ്കിൽ ഈ ജഗത് ജനനിയായിരിക്കുന്ന ദേവി ആശ്രയത്തിനായിട്ട് കേഴുന്ന ഒരു ഭക്തനെ ഈ ഭവരോഗത്തിൽ നിന്ന് രക്ഷിക്കില്ലേ? നമ്മൾ എന്താ ദേവിയോട് പറയുന്നത്? കാമക്രോധ ലോഭമോഹ മത മാത്സര്യമാകുന്ന രാക്ഷസന്മാരെ ആക്രമിക്കുമ്പോൾ അതിന് തക്ക രൂപമെടുത്ത്, അല്ലയോ അമ്മേ എന്നെ രക്ഷിക്കണേ. ദേവി കരുണാമൃത സാഗരയാണ്. അപ്പൊ രൂപം എങ്ങനെ? ദേവി എന്താ പറയാ, ദയാർദ്രയാണ്, ഭയാർദ്രയാണ്. അപ്പോ ത്രാഹി സംസാര സർപ്പാത് ത്രാഹിമാം ശരണാഗതം. ദയാർദ്രയായിരിക്കണം അല്ലയോ ദേവി ചോദിക്കാതെ തരുന്നവളാണ് അല്ലെ. അപ്പൊ അതിനാണ് നമ്മൾ വിവിധ രൂപങ്ങൾ ദേവി എടുത്തിരിക്കുന്നത്. ചോദിക്കാതെ ഭവാനിത്വം ദാസ്യമയി വിതര ദൃഷ്ടിയും സകരുണ. അമ്മ ഈ ദാസനിൽ കരുണ കാണിക്കണമേ എന്ന് പറയാൻ തുടങ്ങിയ നമ്മുടെ അടുത്ത്, ഒരു ഭക്തന്റെ അടുത്ത് ഭവാനി ത്വം എന്ന് പറഞ്ഞ ദേവി, അതായത് ഭവാനിയായി തീരട്ടെ, തത്വമസി മഹാവാക്യം അത് അറിയട്ടെ എന്ന് അനുഗ്രഹം കൊടുത്തവളാണ് ദേവി. അപ്പൊ അത് ചോദിച്ചു എന്ന് കരുതി ആ ഭവാനിത്വത്തെ കൊടുത്തെങ്കിൽ നമ്മൾ എന്താ ചോദിക്കുന്നത്? ഈ അമ്മ എന്ന് വിളിച്ച് എനിക്ക് എന്റെ അമ്മയെ അറിയണം എന്ന് മാത്രമേ ഒരു കുഞ്ഞ് ചോദിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ എന്ത് കൊടുത്താലും നീ വന്ന് എന്നെ രക്ഷിക്കുക, എന്ത് കൊടുത്താലും നീ എന്നിൽ വന്നു ചേരുമോ അത് കൊടുത്തു. അപ്പൊ അതായത് തത്വമസി മഹാവാക്യം ഭവാനിത്വം എന്ന് പറയുന്ന എന്നെ അറിയാൻ ഉള്ള വരം കൊടുത്ത അല്ലയോ ദേവി. ഇപ്പൊ ഈ ദേവിയുടെ അടുത്ത് നമ്മൾ എന്താ ചോദിക്കുന്നത്? എന്റെ മലത്രയത്തെ. കാരണം ഈ ഒരു എന്താ പറയാ, എന്ത് തരാനും ഇരിക്കുന്ന ദേവിയുടെ അടുത്ത് ഒരു കടുക് ചോദിച്ചാ പോരാ അല്ലെ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കിരീട പ്രഭ കൊണ്ട് ശോഭിക്കുന്ന കാലടികളിൽ അഭയം പ്രാപിച്ചവരാണ് നമ്മളെല്ലാം. അവർക്ക് ദേവി എല്ലാം കൊടുക്കണു. കരുണാമൂർത്തിയാണ് ദേവി. ഭോഗവും മോക്ഷവും കൊടുക്കണു. സുരഥന് രാജപദവി കൊടുത്തു, അടുത്ത ജന്മത്തിൽ മനുപദവി കൊടുത്തു, സമാധിക്ക് മോക്ഷം കൊടുത്തു. ഇപ്പൊ ഭോഗമോക്ഷ പ്രദായിനിയായിട്ടിരിക്കുന്ന ചണ്ഡികാ പരമേശ്വരി. സംസാര ബന്ധത്തിൽ നിന്ന് രക്ഷിച്ച് ബ്രഹ്മസായുജ്യത്തെ നൽകുന്ന കരുണാമൂർത്തിയാണ് ദേവി. ദേവി എങ്ങനെ, ഏത് രൂപത്തിൽ കാണും? എനിക്ക് രൂപം വേണം. എങ്ങനെ ധ്യാനിക്കും അല്ലെ? മനുഷ്യരുടെ ബേസിക് ഭയമാണത്. കാരണം ഭയവും ഒരു ആർത്തിയും ഇല്ലേ, ലോഭം, ഇതാണ് ദേവി അഭയവരത ഹസ്തമായിട്ടിരിക്കുന്നത്.
ദേവിയുടെ 4 കൈകൾ, അത് തന്നെ ദേവി മഹാത്മ്യത്തില് ദേവിയുടെ രൂപത്തെ മാർക്കണ്ഡേയ മുനി പ്രാധാനിക രഹസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാകാളി, ലക്ഷ്മി, സരസ്വതി ഇവർ എവിടെ നിന്നാണ് വന്നത്? യഥാർത്ഥത്തില് ഈ ചണ്ഡികാ പരമേശ്വരിയുടെ രൂപം എന്താണ്? ഇവര് വന്നിരിക്കുന്ന ആ ഒരു സർവസ്യാധ്യാ മഹാലക്ഷ്മി, ത്രിഗുണ പരമേശ്വരി, ലക്ഷ്യാലക്ഷ്യ സ്വരൂപ, വ്യാപ്തകൃഷ്ണം ജഗസ്ഥിതം. ദേവി ത്രിഗുണ, സത്യരജസ് തമസ്സാകുന്ന 3 ഗുണങ്ങളുള്ളവൾ പരമേശ്വരി, പരമേശ്വരന്റെ പ്രകാശ ശക്തിയുടെ വിമർശ ശക്തിയായിരിക്കുന്ന ദേവി. ആ വിമർശ ശക്തി ഉള്ളിൽ ഇരിക്കുമ്പോൾ നിർഗുണമായിരിക്കുന്ന ആ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ശിവൻ അല്ലെ, ആ ബ്രഹ്മത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ശക്തിയെ പുറത്തെടുക്കുമ്പോൾ താഴെ വീണ് കിടക്കണു ശിവൻ. നമ്മൾ കണ്ടു ശിവൻ എവിടെയാ? ആ ഒരു ശവത്തെ പോലെ കിടക്കുകയാണ് അല്ലെ. ഈ പരമേശ്വരി അവിടെ, അതുകൊണ്ടാണ് ആദ്യത്തെ സൗന്ദര്യലഹരിയിലെ നാമം ശിവശക്തിയായുക്തോ. അപ്പൊ ത്രിഗുണാത്മികയായിട്ടിരിക്കുന്ന ദേവി, ശിവന്റെ പ്യുവറായിട്ട് സത്വഗുണ പ്രധാനമായിട്ട് ഗുണങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന പരമേശ്വരന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ദേവി, ത്രിഗുണാത്മികയായിരിക്കുന്ന ദേവി പുറത്തു വരണു. പ്രാധാനിക രഹസ്യത്തിൽ ഇത് പറയുന്നുണ്ട്. വിവേക ചൂടാമണിയിൽ ദേവി വിമർശ ശക്തി, ആ വിമർശ ശക്തി ഭിന്നയായിട്ട് എല്ലാം പറയുന്നുണ്ട്. രൂപമില്ലാതെ രൂപത്തോടു കൂടി, ലക്ഷ്യ അലക്ഷ്യ, ലക്ഷ്യ എന്ന് പറഞ്ഞ മായാരൂപം, മായാരൂപത്തിലാണ് അസ്ഥി ഭാതി പ്രിയം. ആദ്യത്തെ സച്ചിദാനന്ദ രൂപത്തെ നമുക്ക് കാണാൻ പറ്റില്ല. എന്താ കാര്യം? അത് അലക്ഷ്യമാണ്. കാണാൻ പറ്റുന്നത് ലക്ഷ്യം. അപ്പൊ നാമരൂപങ്ങൾ വരുന്നത് പിന്നെയാണ്. അപ്പൊ പരമേശ്വരന്റെ അകത്ത് അലക്ഷ്യമായിട്ടും പുറത്ത് നാമരൂപത്തില് ലക്ഷ്യം എന്ന വിമർശ ശക്തിയായിട്ടിരിക്കുന്ന ദേവി. അപ്പൊ അകത്തിരിക്കുമ്പോൾ അഭിന്നയായിട്ടിരിക്കണു, പുറത്ത് എന്തായിട്ട് വരുന്നു? ത്രിഗുണാത്മികയായിരിക്കുന്ന പ്രപഞ്ചമായിട്ടിരിക്കുന്ന ദേവി. രണ്ടും ഒരേ ശക്തിയാണ്. ദേവിയെ വിവരിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ നാക്കുകൊണ്ട് ഒരിക്കലും അമ്മയെ പറയാൻ പറ്റില്ല. കാരണം സത്വരജസ് തമ രൂപത്തിലിരിക്കുന്ന ദേവി അജാം, ഏകാം, ലോഹിത, കൃഷ്ണ, ശുക്ലാം, അതായത് ആ ഒരു ചുമന്ന നിറത്തിലെ, വെളുത്ത നിറത്തിലെ സത്വഗുണത്തോടുകൂടി, കറുത്ത നിറത്തിലെ തമസ് രൂപത്തിൽ, അതായത് 3 ഗുണങ്ങൾ എടുത്ത് നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു ദേവി. ധ്യാനത്താലും യോഗത്താലും അമ്മയെ അറിയാൻ പറ്റുള്ളൂ. ഈ 3 ഗുണങ്ങളാകുന്ന ആവരണങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ദേവി. ദേവന്മാരുടെ ആത്മശക്തിയാണ്. ആ മഹിഷമർദ്ദിനിയായിരിക്കുന്ന ദേവി ആവിർഭവിക്കുന്നത് സത്തുക്കളായിരിക്കുന്ന യോഗികളുടെ ദഹരാകാശത്തിൽ ഇരിക്കുന്നവളാണ് ദേവി. അല്ലയോ അമ്മേ, എന്നെ രക്ഷിക്കണേ. ഈ ശ്വേതാശ്വര ഉപനിഷത്ത് പറയുന്ന വായവ്യം എന്നാല് അനാഹതമാണ് അല്ലെ. അനാഹതം മുതല് ആജ്ഞ വരെയുള്ള സ്ഥലമാണ്. പ്രാണനില് ഒന്നിന്റെ പേരാണ് കൂർമൻ. നമുക്കറിയാം പഞ്ചപ്രാണനുകൾ, അതിന്റെ ഉപപ്രാണനുകള്. ഇതില് കൂർമൻ എന്ന് പറയുന്ന ആ ഒരു പ്രാണനെ കൊണ്ട് ഓംകാരത്തെ അനാഹതം മുതൽ ആജ്ഞ വരെ ധ്യാനിക്കുന്നവന് ബ്രഹ്മസായുജ്യം ലഭിക്കുന്നതാണ്. അപ്പൊ ദേവി പാശവിച്ഛേദനകരിയാണ്. ബ്രഹ്മപുച്ഛം, ബ്രഹ്മത്തെ അറിയാനുള്ള വഴി ദേവിയാണ്. ബ്രഹ്മത്തിന്റെ പ്രതിഷ്ഠ, ബ്രഹ്മത്തിൽ പ്രതിഷ്ഠമായിരിക്കുന്നത്. ബ്രഹ്മേതി പ്രതിഷ്ഠാഹം, ദേവി തന്നെ പറയുന്നുണ്ട്. വിമർശമായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പൊ ആ അഷ്ടപ്രകൃതിയാണ് ഭഗവാൻ. ആ അഷ്ടപ്രകൃതിയായിരിക്കുന്ന ആ ഒരു ദേവി ശക്തി, ഈ 8 ശക്തികളും ദേവി തന്നെയാണ്. കാരണം പഞ്ചഭൂതങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം എല്ലാം കൃഷ്ണൻ പറയുന്നു അല്ലെ, ഞാൻ അഷ്ടപ്രകൃതിയായിട്ടിരിക്കുന്നു എന്ന്. അപ്പൊ അത് തന്നെയാണ് ദേവി. 2 നാരായണനും നാരായണിയും രണ്ടും വ്യത്യാസമില്ല. ദേവിയുടെ ധ്യാന രൂപത്തിൽ പറയണു ഗദ, കേടയം, പാനപാത്രം, മാതളപ്പഴം, നാഗം, ലിംഗം, യോനി. ഇതാണ് ഭുവനേശ്വരിയുടെ ബാഹ്യരൂപം. ഭുവനേശ്വരി എന്ന് പറയുന്നത് ഈ ഭുവനങ്ങളെ സൃഷ്ടിക്കുന്ന ആദിശക്തി. അപ്പൊ മാതളപ്പഴം നിറച്ചും എന്താണ്? ദേവി കയ്യിൽ വെച്ചിരിക്കുന്ന ഓരോന്നിനും ഓരോ സിംബോളിസം ഉണ്ട്. മാതളപ്പഴം എന്ന് പറഞ്ഞാൽ ബീജങ്ങളാണ്, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൊടുക്കുന്നതാണ്. ഗദ എന്ന് പറയുന്നത് ക്രിയാശക്തിയാണ്. കേടം എന്ന് പറയുന്നത് ജ്ഞാനശക്തി. തുരീയം എന്ന് പറയുന്നത് പാനപാത്രം. ലിംഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. യോനി വിമർശ ശക്തിയായിരിക്കുന്ന പ്രകൃതി. നാഗം എന്ന് പറയുന്നത് രണ്ടിനെയും ചേർക്കുന്ന കാലം. ഈ 3നും അടിസ്ഥാനമായിരിക്കുന്ന ഭുവനേശ്വരി. കാലത്തിനാൽ അളക്കാൻ പറ്റാത്തത് ഇച്ഛാജ്ഞാന ക്രിയാശക്തി തുരീയമായിട്ടിരിക്കുന്നതായിട്ടുള്ള ദേവി. അപ്പൊ നാഗം, ലിംഗം, യോനി എന്താണത്? കാലം, ബ്രഹ്മം, പ്രപഞ്ചം. അപ്പൊ നാനാവർണ്ണ മന്ത്രത്തിന്റെ, അപ്പൊ ഈ നവാർണവ മന്ത്രം എന്ന് പറയുന്ന ഈ പറയുന്ന നവാക്ഷരി മന്ത്രത്തിന്റെ മകാരം എന്ന് പറയുന്ന ബീജം ദേവിയാണ്. ബ്രഹ്മം മായയാകുന്നത് കണ്ണാടി നോക്കി ഉണ്ടാക്കുന്ന ഈ പ്രപഞ്ചമാണ്. ഇപ്പൊ പ്രപഞ്ചവും മായയും ഒന്ന് തന്നെയാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്നതാണ് മഹാമായ. ബ്രഹ്മവും മായയും പ്രകൃതിയും ഒന്നിന്റെ പ്രതിഫലനം തന്നെയാണ്. ആ ഒരു ശക്തിമാൻ, പ്രകാശം, ശക്തി, വിമർശം, ഇത് രണ്ടും ഒന്നാണ്. അഗ്നിയും ചൂടും പോലെ. ഇപ്പൊ ഹ്രീംകാരമായിരിക്കുന്ന ബീജം നമുക്കറിയാം ശക്തി പ്രണവമാണ്. ഓം എന്ന് പറയുന്നത് പരബ്രഹ്മം,
പരമേശ്വരി. ഹ്രീം എന്ന് പറയുന്നത് എന്താണ്? ചെടിക്ക് ഇല, പൂവ്, പഴം എന്ന് പറയുന്ന പോലെ ഇച്ഛ, ജ്ഞാന, ക്രിയ, രൗദ്രി, വാമ, ജ്യേഷ്ഠ, കാളി, ലക്ഷ്മി, സരസ്വതി, മൂന്ന് എന്താ പറയാ, മൂന്ന് തലങ്ങള്, മൂന്ന് ദേവതകള്. ആദ്യത്തെ ചരിത്രം എന്താ? ശരിക്കും പറഞ്ഞ ഐം എന്ന് പറയുന്ന ബീജം വരികയാണ് അവിടെ. പക്ഷെ എന്താണ് കാരണം? നമ്മൾ പറയുന്നത് മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. ഇതിൽ അവസാനമാണ് മഹാസരസ്വതി വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് സാധാരണ ചിന്തിക്കുന്നവർക്ക് ഒരു സംശയം തോന്നും, എന്തുകൊണ്ട് മഹാസരസ്വതി ബീജം ഐം ആദ്യം വന്നു എന്ന്. ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ച എന്നാ പറയുന്നത്. അതിൽ ക്ലീം ആണ് ശരിക്കും പറഞ്ഞാൽ മഹാകാളി ബീജം. ഈ വ്യത്യസ്തമായിട്ടിരിക്കുന്ന കാളി, കാളിക എല്ലാം നമ്മൾ വ്യത്യസ്തമായിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഐം എന്ന് പറയുന്ന ആ ഒരു ശക്തി അവിടെ? കാരണം പരമേശ്വരന്റെ വിമർശ ശക്തിയാണ് ചണ്ഡിക. ചണ്ഡിക തന്നെയാണ് കാളി. കാളിക്ക്, സരസ്വതിക്ക് ക്ലീം ബീജം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാല് പ്രകാശ വിമർശം, അതായത് പുരുഷനും പ്രകൃതിയും. പ്രകൃതി ത്രിഗുണാത്മികയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഈ പ്രപഞ്ചത്തെ കാണിക്കുന്ന സത്വരജസ്തമ, ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നാൻ കാരണം എന്താ? ഈ മൂന്ന് ഗുണങ്ങളാണ്, അല്ലെ? ഇപ്പൊ പ്രകൃതിയെ നമ്മൾ പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്നും രണ്ടായിട്ട് കാണണം. ഇപ്പൊ ജീവൻ ബ്രഹ്മത്തെ അടയുമ്പോൾ ഉള്ളതാണ് പരാപ്രകൃതി. അപ്പൊ അപരാപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ബഹിർമുഖമായത്, വെളിയിൽ വന്നത്. ഇതിന് ആദ്യം വരുന്നത് എന്താ? വെളിയിൽ വരുമ്പം ആദ്യം സത്വഗുണം, പിന്നെ രജസ്, പിന്നെ തമസ്, അല്ലെ? പരയിൽ ആദ്യം വരുന്നത് എന്താ? തമസ്, പിന്നെ രജസ്, പിന്നെ സത്വം. ഇങ്ങനെയാണ്, അല്ലെ? അപ്പൊ പ്രഥമ ചരിത്രം എന്ന് പറയുമ്പോൾ കൽപ്പാന്തം, ഹരി യോഗനിദ്രയിലെ ആദിശേഷന്റെ പുറത്ത് ശയിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ കൽപ്പാന്തം എന്നാല് മനസ്സിന്റെ പ്രവൃത്തി, അതായത് സങ്കല്പ വികല്പങ്ങള്. ഇവിടെ മനസ്സ് ബ്രഹ്മാവാണ്. ഈ ബ്രഹ്മാവ് ബ്രഹ്മതത്വത്തിൽ, അതായത് പരമപുരുഷനിൽ ലയിച്ചിരിക്കുമ്പോൾ സങ്കല്പ വികല്പങ്ങളില്ല. നമുക്ക് നമ്മുടെ ഉള്ളില് രാഗദ്വേഷങ്ങളില്ല. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണം, ശൂന്യമാണ്, അല്ലെ? അവിടെ സൃഷ്ടിയില്ല. അപ്പൊ ഇനി എന്താ? വിമർശമായിട്ടില്ല. അപ്പൊ മൂന്ന് ഗുണങ്ങളും സാമ്യാവസ്ഥയിൽ ഇരിക്കുകയാണ് അവിടെ. അപ്പൊ സത്തായിട്ടിരിക്കുന്ന മഹാവിഷ്ണു, ചിത്തായിട്ടിരിക്കുന്ന മഹാമായ അടഞ്ഞ് ആദിശേഷൻ എന്ന് പറഞ്ഞ പാമ്പിന്റെ, അതായത് ശേഷം എന്നാല് ആനന്ദം എന്നാണ് അർത്ഥം. പാമ്പെന്ന് നമുക്കൊരു അർത്ഥം എടുക്കണം, പക്ഷെ ആനന്ദം. അപ്പൊ സത്തും ചിത്തും ആനന്ദമായിട്ടിരിക്കുന്ന അർത്ഥം. അങ്ങനെ മൂന്നും ഒരേ സച്ചിദാനന്ദമായിട്ടിരിക്കുന്ന സ്വരൂപം. അത് അർണവത്തിൽ ഇരിക്കുന്നു. അർണവം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാരണങ്ങളും ലയിക്കുന്നത്. അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും, കാരണങ്ങളും എല്ലാം ഇല്ലാതായി തീരുന്ന, ലയിക്കുന്ന സ്ഥലം, എല്ലാ ഫലങ്ങളും, അതായത് സകല കാര്യങ്ങളുടെയും തുടക്കം ലയിക്കുന്നതാണ് ഈ പറയുന്ന സമുദ്രം. അപ്പൊ കാരണ സമുദ്രം. പ്രഥമ ചരിത്രത്തില് എല്ലാറ്റിനും കാരണമായിട്ടിരിക്കുന്ന വിമർശ ശക്തി എവിടെയാണ്? ആ വിമർശ ശക്തി ഉള്ളിൽ ഇരിക്കുന്ന സമയം, സത്ത ചിത്ത ആനന്ദമായിട്ട് മനസ്സില് ഉള്ളിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ബ്രഹ്മത്തില് ഒരു സ്ഫുരണം ഉണ്ടായി. ഉടനെ ബ്രഹ്മം കണ്ണു തുറന്നു, കണ്ടത് പ്രകാശമാണ്. അപ്പൊ എന്തായി? അത് സത്വ ഗുണമാണ്. പിന്നെ ആദ്യം ആഗ്രഹം വന്നു, പിന്നെയാണ് ക്രിയ വരുന്നത്, അല്ലെ? രജോ ഗുണം വന്നു, പിന്നെ ക്രിയ, അതായത് പിന്നെ തമസ് വന്നു, അപരാപ്രകൃതിയിലെത്തി. അതുകൊണ്ട് ഇവിടെ തമസ്സാകുന്ന അജ്ഞാനം ഇല്ലാതാക്കണം. ഇപ്പൊ ഗുഹയിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഉള്ളിൽ നിന്നൊരു പ്രകാശം വന്ന് കണ്ണു തുറന്നപ്പോ കണ്ടത് വെളിച്ചാണ്. എഴുന്നേറ്റ് നാദത്തെ ഉണ്ടാക്കി പുറപ്പെട്ടു. അല്ലയോ ദേവി, വന്ന് ഈ ജന്മം എന്തിനെടുത്തത് എന്ന് പറഞ്ഞു തരണം എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ആത്മവിചാരം. എനിക്ക് ആത്മലാഭം തരണം. പരാപ്രകൃതിയില് അന്തർമുഖ വികാസം, അതാണ് ആദ്യം തന്നെ തമസ്, രജസ്, സത്വം. നമ്മൾ തിരിച്ചു പോകുമ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും പോകുന്നത്. അവിടുന്ന് വരുമ്പോ ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ സത്വ ഗുണമാണ്, അല്ലെ? പിന്നെയാണ് നമുക്ക് രജസും പിന്നെയാണ് തമസും വരുന്നത്. പക്ഷെ അതുപോലെ നമ്മൾ വരുമ്പോ സത്വ ഗുണം, തിരിച്ചു പോകുമ്പോഴോ ആദ്യം നമുക്ക് തമോ ഗുണത്തിലാണ് നമ്മൾ മരണം, അല്ലെ? ഋഷിമാരുടെ കാര്യം അല്ല പറയുന്നത്. നമ്മൾ ഓരോ ജീവനും, അതായത് നമ്മൾ ബ്രഹ്മത്തിലേക്ക് ഉയരണം, ഉണരണം. നമ്മൾ അപരാപ്രകൃതിയിലാണ്. അപ്പൊ നമ്മൾ റിവേഴ്സിൽ പോകുമ്പോ ആദ്യം വരുന്നത് തമസാണ്. അതാണ് നമ്മുടെ അന്തർമുഖ പ്രവൃത്തി. ഈശ്വര തത്വത്തില്, അതായത് സ്ഥിതിയിൽ തമസ് സ്ഥിതി ചെയ്യുന്നു. ആ സ്റ്റെബിലിറ്റി, അതാണ് കാളി. കാളി എന്ന് പറയുന്നതാണ് നമ്മുടെ കാലം, അല്ലെ? ലളിത എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് സ്പേസ് ആണ്. കാലം കാളിയാണ്, അതൊരു ബ്ലാക്ക് ഹോൾ ആണ്, എല്ലാം ഉള്ളിൽ വാങ്ങുന്നു. ലളിത എന്ന് പറയുന്ന തത്വം എന്താണ്? എല്ലായിടത്തും വ്യാപിച്ച് പ്രപഞ്ചമായിട്ടിരിക്കുന്നു. അപ്പോ ഈ ടൈം ആൻഡ് സ്പേസ് എന്താ പറയാ, ആ ഒരു വ്യാപിച്ചു കിടക്കുന്നത് ലളിതാ പരമേശ്വരി. ആ ടൈം ആൻഡ് സ്പേസ് ഉള്ളിലോട്ട് പോയി ലയിക്കുന്നത്, കാലത്തിലൂടെ പോകുന്നത് കാളി. അപ്പൊ ഇത് ബഹിർമുഖമാകുമ്പോ അജ്ഞാനമാണ്, ആവരണമാണ്, അവിദ്യയാണ്. ഇത് വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ആ സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ക്ലിയർ ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ട് ഐം എന്ന ബീജം ആദ്യം വന്നു? രജസ്
ബഹിർമുഖമാകുമ്പോ കാമക്രോധ ലോപമോഹ മത മാത്സര്യം ഉണ്ടാക്കണു. ഇനി അവ അന്തർമുഖമാകുമ്പോ ശമം ദമം തുടങ്ങിയ അഷ്ടഗന്ധങ്ങളായിട്ട് മാറണം അല്ലെ. വിവേകം വൈരാഗ്യം ഇവ തന്നെ ബഹിർമുഖത്തിൽ രാക്ഷസന്മാരാണോ, ഷഡൂർമികളാണോ. അപ്പൊ ഇനി ഈ സത്യ എന്താ പറയാ, ആ സത്യഗുണത്തില് പ്രകാശമാകുന്ന ഒളി അതാണ് അപ്രകാശമായിട്ട് തീരുന്നത്. ഇപ്പൊ ബ്രഹ്മാവാകുന്ന മനസ്സ് കാളിയുടെ പാദത്തിൽ വീണ് സ്തുതിക്കുകയാണ് അല്ലെ. എന്താ ബ്രഹ്മാവാകുന്ന മനസ്സ് കാളിയോട്, ദേവി അത് ഏറ്റെടുത്ത് പുറപ്പെടൂ, എനിക്ക് ഈ യഥാർത്ഥ സ്വരൂപത്തെ കാണിച്ചു തരൂ. ഈശ്വര തത്വത്തില് തമസ് എന്ന് പറയുന്നതാണ് കാളി സ്വരൂപം, മഹാകാളിയുടെ സ്വരൂപം. ഈ കാളി ബഹിർമുഖമായിരിക്കുമ്പോൾ സത്വത്തെ, ആ ഒരു ബഹിർമുഖത്തെ അന്തർമുഖ പ്രകാശമാക്കി മാറ്റുന്നവള്. ഏറ്റവും ഉയർന്ന സ്വരൂപമാണ് കാളിയുടേത്. പക്ഷെ പ്രകാശമായിട്ട് വിമർശമായിട്ടിരിക്കുന്ന പ്രകൃതിയായിട്ടിരിക്കുന്ന തത്വമാണ് ലളിതാ പരമേശ്വരി. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ബീജം എന്താണ് നവാക്ഷരി മന്ത്രത്തില് ഐം എന്നിട്ടിരിക്കുന്നത്. ദൃശ്യം, ദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ശക്തി, വിമർശം, പ്രകാശം പ്രകാശം, ക്രിയ, സ്ഥിതി, 3 ഗുണങ്ങള് ഈശ്വര ഭാവങ്ങളാണ്. ഇപ്പൊ ഭോഗം ശരിക്കും പറഞ്ഞ അപവർഗമായിരിക്കുന്ന മോക്ഷം തരും. കാരണം ഈ ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ചണ്ഡിക എന്ന് പറയുന്ന ആരാണ്? മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. മഹാലക്ഷ്മിയിൽ നിന്ന് കാളി, സരസ്വതി എടുത്താലും എന്താ, ലക്ഷ്മി പൂർണ്ണമാണ് അല്ലെ. ആ പൂർണ്ണം, അതാണ് പൂർണ്ണമത പൂർണ്ണമിതം. മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞ വിമർശ ശക്തിയായിരിക്കണ ലളിതാ പരമേശ്വരി ആയിരിക്കുന്ന ആ ഒരു പരബ്രഹ്മ സ്വരൂപിണി തന്നെയാണ്. അപ്പൊ സർവവ്യാപിത്വമാണ് മഹാലക്ഷ്മി. ദേവി പൂർണ്ണമായിട്ടിരിക്കണവള്. മഹാസരസ്വതിക്ക് 8 കൈകളാണ്, കാളിക്ക് 10 കൈകളാണ്. ഈ മഹാലക്ഷ്മിക്ക് മാത്രം എന്താണ് 18 കൈകൾ അല്ലെ. അപ്പൊ ജീവന്റെ പ്രയാണത്തില് ആ ഒരു ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ആദ്യം നമ്മൾ സന്ധിക്കുന്ന മഹാകാളി സ്വരൂപിണിയാണ്. ഈ ദേവിക്ക് ബഹിർമുഖമായിരിക്കുന്ന സത്വഗുണത്തെ അന്തർമുഖമാക്കി മാറ്റാൻ സാധിക്കും. അന്തർമുഖ വികാസം മാത്രമേ നമുക്ക് ഈ ഭോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് എന്താ ആ ഉള്ളിലിരിക്കുന്ന സ്വസ്വരൂപത്തെ ബ്രഹ്മസായുജ്യം നേടാൻ നമ്മളെ സഹായിക്കുള്ളൂ. അപ്പൊ തത്വം എന്നാൽ ചണ്ഡി തത്വം എന്താണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും. തത്വം എന്നത് തത്, അത് എങ്ങോ ഇരിക്കുന്നതല്ല, ത്വം നീയാണ്. തത് ത്വം എന്താണത്? എവിടെയോ ഇരിക്കുന്ന ചണ്ഡിയല്ല, നിന്നിലിരിക്കുന്നത്. നിന്റെ ജന്മലക്ഷ്യം ആനന്ദമാണ്. മനുഷ്യന്റെ ആശയം എന്നാൽ എന്താ? ആനന്ദമായിട്ടിരിക്കണം എന്നാണ് അല്ലെ നമ്മുടെ ആഗ്രഹം. സന്തോഷമായിട്ടിരിക്കണം. ആശ നിറവേറ്റണമെങ്കിൽ എന്ത് വേണം? ആനന്ദം കിട്ടണം. അത് കിട്ടിക്കഴിയുമ്പോ നമുക്ക് സാധാരണ ആനന്ദമൊക്കെ ബോറടിക്കും. ആവശ്യപ്പെട്ടത് കിട്ടിയാലോ നമുക്ക് ഒരിക്കലും എന്താ ദുഃഖം ഇല്ലാതിരിക്കും, നമുക്ക് സുഖം കിട്ടും. പക്ഷെ നിത്യമായിട്ടുള്ള ആനന്ദം ഈ പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന്, പ്രാപഞ്ചിക വസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. മനുഷ്യന് മാത്രമാണ് ഇന്ദ്രിയങ്ങൾ ഉള്ളത്. കാരണം ഈ പെർമനന്റ് അല്ലാത്ത ലോകത്തിൽ ഒന്നും നമുക്ക് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല. ജ്ഞാനവും അറിവും രണ്ടാണ്. ഈ ജ്ഞാനമസ്തി സമസ്ത ജന്തോർ വിഷയ ഗോചര്. കാരണം ജ്ഞാനവും തപസ്സും വേണം. കാരണം നമ്മള് മൃഗങ്ങളെ പോലെ അല്ല. നമ്മുടെ വഴി എന്താണ്? ദുർഗമമായിരിക്കുന്ന വഴിയാണ്, നിത്യാനന്ദത്തിലേക്കുള്ള വഴിയാണ്. ആ ആനന്ദം, ജ്ഞാനം, വിജ്ഞാനം, അതിലേക്ക് നമ്മൾ നിത്യമായ ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ദേവിയെ നമ്മൾ അന്വേഷിക്കണം. ഞാനും ആനന്ദവും ഒന്നാണെന്നുള്ള സത്യത്തെ തിരിച്ചറിയണം. ഇതാണ് ബ്രഹ്മസത്യം. ശരിക്കും ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അപ്പൊ നമ്മളൊരു കൃഷിക്കാരൻ തന്റെ വയലിൽ വിത്ത് വിതച്ചു, അതിൽ സന്തോഷമായിട്ടിരുന്നു, പിന്നെ അത് വിറ്റു ഇല്ലേ. ഇതിലും നന്നായിട്ട് വിളഞ്ഞപ്പോ അയാൾക്ക് സന്തോഷമില്ല. കാരണം എന്താ? ആ വയല് വിറ്റു, അയാൾ ആ വയല് വിറ്റു. അതിൽ നല്ല സ്വന്തമായിരുന്ന വയലിൽ വിതച്ച് നല്ല മേനി കൊയ്തപ്പോ അയാൾക്ക് സന്തോഷമായി. പക്ഷെ വിറ്റ് കഴിഞ്ഞ വയലില് 100 മേനി കൊയ്തപ്പോ അയാൾക്ക് സന്തോഷമില്ല. എന്താ കാരണം? എന്റെ വയലല്ല അത്. അപ്പൊ ഈ ഞാനാണ് നമുക്ക് ഈ എല്ലാം തരുന്നത്. ഞാനെന്നുള്ള ബോധമാണ് അല്ലെ. ഒരു മനുഷ്യന് 2 ഭാര്യമാരിൽ 2 പുത്രന്മാര്. ഇളയ പുത്രന്റെ അടുത്ത് എന്റേതെന്ന് പറഞ്ഞ് ജീവിക്കുന്നു. മൂത്ത ആൾക്ക് എന്ത് വന്നാലും ദുഃഖമില്ല. അത് തൻ്റേതാണെങ്കിലും എന്തിലാണോ നമ്മൾ പാശം വെക്കുന്നത്, എന്റേന്ന് വിചാരിക്കുന്നത്, അതാണ് നമുക്ക് സുഖദുഃഖങ്ങൾ തരുന്നത്. നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. കാരണം നമ്മുടെ വസ്തുക്കൾ നമ്മൾ വിറ്റ് കഴിയുമ്പോൾ, വേറൊരാളുടേതായിട്ട് കഴിയുമ്പോൾ നമുക്കതിൽ സുഖവും ഇല്ല, ദുഃഖവും ഇല്ല. എന്താ കാരണം? ഈ ഞാൻ എന്ന് പറയുന്ന എന്റേത്. അപ്പൊ എന്താ ഇതിന്? ഈ മമത്വമാണ് എല്ലാത്തിന്റെയും ബേസിക് റീസൺ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഞാൻ ആരാണ്? എന്റെ ആനന്ദം എന്താണ്? എന്നെ അറിഞ്ഞാലല്ലേ എന്റെ ആനന്ദത്തെ അറിയാൻ സാധിക്കൂ. എല്ലാത്തിനും പുറകില് ഒരു കാന്ത വലയമുണ്ട്, ഈ ഞാൻ എന്ന് പറയുന്നത്. അത് അറിയുന്നതാണ് ശരിക്കും പ്രപഞ്ച സാക്ഷാത്കാരം. ആ പ്രപഞ്ചത്തെ സാക്ഷാത്കരിക്കുന്ന ആള് ബ്രഹ്മ സാക്ഷാത്കാരത്തിൽ നേടും. സത്യമാണ്, അത് ബ്രഹ്മസത്യമാണ്.
കാരണം പ്രപഞ്ചത്തെ അറിഞ്ഞാലേ ബ്രഹ്മസത്യത്തെ അറിയാൻ പറ്റൂ, എന്നാലേ നമുക്ക് ജഗത്ത് മിഥ്യയാണെന്ന് പറയാൻ പറ്റൂ. 3 സത്യങ്ങളുണ്ട്. സത്തായിരിക്കുന്നത് സത്യം, പാരമാർത്ഥിക സത്യം, 3 കാലത്തുമുള്ളത്, നാശമില്ലാത്തത്, വ്യാവഹാരിക സത്യം, നടക്കുന്ന കാലത്ത് അത് നമുക്ക് ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കുന്നത്, പ്രാതിഭാസിക സത്യം, ചില വിഷയങ്ങള് സത്യം പോലെ തോന്നും പക്ഷെ അല്ല. അപ്പൊ അത് നമ്മൾ അടുത്തറിയുമ്പോൾ അതിനാണ് നമ്മൾ മരുഭൂമിയിലെ മിറാഷ് എന്ന് പറയുന്നത് അല്ലെ, ഒരു കയറിനെ പാമ്പായിട്ട് തോന്നുന്നത്. ഇതെല്ലാം നമുക്ക് ജ്ഞാനം കൊണ്ട് മാത്രമേ ഈ അജ്ഞാനം മാറുള്ളൂ. യാസ മായ, ഇല്ലാത്തത് എന്തോന്ന്, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിക്കുന്ന ആ ഒരു ശക്തിയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. ഇത് മായാശക്തിയാണ്. ശ്രീവിദ്യയില് മായാശക്തി എന്താണ് ശരിക്കും പറഞ്ഞാല്? ആ മായാശക്തിയാണ് ശ്രീവിദ്യ വിഭാഗത്തിലെ 36 തത്വമായിട്ടിരിക്കുന്ന രാഗം, കാലം, കല, നിയതി, അവിദ്യ. അപ്പൊ ഈ ശിവൻ, ആ ശിവന് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ശിവനെ എന്താ പറയാ, ജീവനാക്കി മാറ്റിയത്, ലിമിറ്റ് ചെയ്തത് ആരാണ്? ഈ ലിമിറ്റേഷൻസ് ഈ 5 തലങ്ങളാണ്. അപ്പൊ നമ്മളെല്ലാവരും എന്താ, നമ്മൾ തിരിച്ചങ്ങോട്ട് പോവേണ്ടതാണ് അല്ലെ. ഈ 5 കഞ്ചുകങ്ങളാണ് ജീവനെ മറയ്ക്കുന്ന മായാ തത്വം എന്ന് പറയുന്നത്. ഇത് തപസ്സിലൂടെ ഈ സത്യത്തെ നമ്മൾ കാണണം, ഈ സത്യത്തെ അറിയണം. ബ്രഹ്മ സത്യത്തെ അറിഞ്ഞ് എന്ന് വെക്കുക, എന്നാലും രക്ഷയില്ല. കാരണം എന്താ? ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയസ്ഥിതി. പിടിച്ചു വലിച്ച് പിന്നെ മോഹത്തിൽ കൊണ്ടിടും. കാരണം ആവരണം മാറ്റി സത്യത്തെ മറച്ചു വെക്കുന്നതാണ് മഹാമായ. കാരണം മോഹം ദുഃഖസ്യ കാരണം. ദേവി മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, നമുക്ക് മോഹം, ഗീതയില് ഭഗവാൻ പറയണു ജ്ഞാനികൾ ദുഃഖിക്കുന്നില്ല, ബ്രഹ്മജ്ഞാനികള്. ദേവി ആരാ? ഗുപ്തവതിയാണ്. 3 ചരിത്രങ്ങൾക്കുള്ളില് ഈ ദേവി മഹാത്മ്യത്തില് ഗുപ്തം എന്ന് പറഞ്ഞാല് വെളിയിൽ നോക്കുമ്പോൾ കുറച്ച് അസുരന്മാരെ കൊന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ ദേവി എന്താ? വേറെ ഒരുപാട് കാര്യങ്ങൾ അകത്ത് ചെയ്യുന്നവളാണ്. വെളിയിൽ കഥ, പുരാണം, പക്ഷെ ഈ ഡൂസ് ആൻഡ് ഡോൺസ് അതൊക്കെ വേദത്തിന്റെ രൂപമാണ്. സത്യം വദ, ധർമ്മം ചര, ഇതൊക്കെ നമ്മുടെ ഓർഡേഴ്സ് ആണ്. അപ്പൊ ഉള്ളിലിരിക്കുന്ന തത്വങ്ങൾ എന്താ? ഇതൊക്കെ മൂടി വെച്ചിരിക്കണു ദേവി. കാരണം ഇത് അറിയേണ്ടവർക്ക് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. അനാദിയായിരിക്കുന്ന, ആദിയും അന്തവും ഇല്ലാതെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ തത്വങ്ങള് എല്ലാവർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് എന്താ, അത് നമ്മൾ രഹസ്യമാക്കി വെച്ചിരിക്കണു. ആചാര്യനും ശിഷ്യനും ഉയരണം. കാരണം ആചാര്യൻ ശിഷ്യനെ പറഞ്ഞു കൊടുത്ത് അവന്റെ സ്വസ്വരൂപത്തെ പറഞ്ഞു കൊടുക്കണം. അതാണ് സപ്തശതി. സതി എന്ന് പറഞ്ഞാല് ചണ്ഡി ഹോമം, ദേവി മഹാത്മ്യ മന്ത്രങ്ങൾ വെച്ച് ഹോമം ചെയ്യുന്നത്. പ്രഥമ ചരിത്രം, മധ്യമ ചരിത്രം, ഉത്തമ ചരിത്രം, ഇതില് അപ്പുറം ഒന്നുമില്ല. ദേവി തന്റെ ഗുണങ്ങൾ കൊണ്ട് സ്വരൂപത്തെ മറച്ചിരിക്കുന്നതാണ്. സ്വഗുണൈ നിഗൂഢ. ഇപ്പൊ സമഷ്ടിയില് 7 ദേവതകള്, ഇതെല്ലാം തന്നെ ശരിക്കുള്ള സത്യങ്ങളാണ്. ഇനി അതിനെ കഥയാക്കി മാറ്റി ദേവി മഹാത്മ്യമാക്കി നമ്മൾ പഠിക്കുമ്പോൾ ദേവി ആര് എന്ന് നമുക്ക് ചോദിക്കരുത്. കാരണം എന്താ, എത്രയോ ദേവികൾ വന്നു പോയി. 28 സെറ്റ് ദേവികൾ അല്ലെ. ദേവികളുടെ അടുത്ത് എന്താ, ദേവന്മാര് ചോദിച്ചു ഉപനയനം, ഉപാസന, ഉപസ്തുതി, അതായത് ഞെരിഞ്ഞി ചെല്ലുക, ഉപദേശം, ഉപന്യാസം. എന്താന്ന് പറഞ്ഞാൽ എന്താ, അടുത്തെത്തണം. എങ്ങനെയാണ് അമ്മ നമ്മൾ അവിടെ അടുത്തെത്തുക? അത് ദേവിയായിട്ട് നമ്മൾ മാറണം. ദേവിക്ക് ലക്ഷ്യവും ലക്ഷണവും ഇല്ല. നാമരൂപങ്ങളെല്ലാം ലക്ഷണമുണ്ട്, അതുകൊണ്ട് തിരിച്ചറിയാം. എന്നാൽ ദേവി ശക്തിയെ നമുക്ക് ഒന്നിൽ ഒതുക്കാൻ പറ്റില്ല. നാമരൂപങ്ങളില്ലാത്ത പരമമായിട്ടുള്ള ശക്തിയെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? ലക്ഷണ അഗമ്യ, ഭാവനാഗമ്യ. നമ്മളെ ഉള്ളിലെ ശക്തിയെ എന്ത് വേണം? ഭാവന കൊണ്ട് നമ്മളെ ശാസ്ത്രങ്ങൾ പഠിച്ച് അഭ്യാസ അതിശയജ്ഞാത, വീണ്ടും വീണ്ടും അഭ്യസിച്ചാല് ദേവിയെ അറിയാൻ പറ്റും. ഭവാനി ഭാവനാഗമ്യ. ഇപ്പൊ നോക്കൂ, ദേവി മഹാത്മ്യം എവിടെ വന്ന് നിൽക്കണു? ലളിതാ സഹസ്രനാമത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആരാണ് ഈ ദേവി? ഈ ലളിതാ പരമേശ്വരിയും ദുർഗാ പരമേശ്വരിയും രണ്ടാണോ? അല്ല. അന്തർമുഖ സമാരാധ്യ, ഉള്ളിൽ പോയി അറിയേണ്ടതാണ് ഈ ദേവി. ദേവന്മാര് ദേവിയോട് ചോദിച്ചു, കാസിത്വം മഹാദേവി, മഹത്ത് എന്നത് ബ്രഹ്മമാണ് അല്ലെ. ബൃഹത്തായത് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പരമശിവന്റെ പത്നിയായിരിക്കുന്ന അല്ലയോ ദേവി എന്നാ പറയുന്നത്. അപ്പൊ അഹം ബ്രഹ്മസ്വരൂപിണി എന്ന് ദേവി പറയുന്നുണ്ട്. ബ്രഹ്മം എന്നൊന്നുണ്ട്, ഞാൻ ബ്രഹ്മസ്വരൂപിണിയാണ്, എന്റെ സ്വരൂപം ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മവും ജഗത്തായിട്ടിരിക്കുന്നത് ഞാനാണ്, പ്രകൃതിയും പുരുഷനും എന്നിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോ ഇതിനെ എല്ലാം അതിക്രമിച്ചവള് ആ ശൂന്യ തത്വം. നോക്കൂ, മഹാശൂന്യതയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. എല്ലാ ബ്രഹ്മവും എല്ലാ പ്രകൃതി വസ്തുക്കളും തുടങ്ങിയത് എവിടെ നിന്നാണ്? ശൂന്യം. ആ മഹാശൂന്യതയില് ആ മഹാശൂന്യതയും ഞാനാണ്, നാമരൂപങ്ങളും ഞാനാണ്. എന്റെ മുമ്പിൽ എന്തുണ്ടായിരുന്നു അത് ശൂന്യമാണ്. എന്തുണ്ടെങ്കിലേ അതിൽ നിന്ന് ഇതെല്ലാം വരൂ. അപ്പൊ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്താണ്? സത്താണ്. നമ്മൾ ഒന്നുമില്ല, നമുക്ക് കാണാനോ അറിയാനോ ആ നിർഗുണ തത്വം, അതിനെ സത്ത് എന്ന് പറയണോ, അത് നിത്യമായിരിക്കുന്നത്.
അതാണ് നിത്യ അനിത്യ വിവേകം. അതുണ്ടെങ്കിലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. ദേവി ആനന്ദമാണ്, വിജ്ഞാനമാണ്, വിജ്ഞാനവും ബ്രഹ്മവും എല്ലാം ദേവി തന്നെയാണ്. ദേവി പഞ്ചഭൂതങ്ങളാണ്, 5 ഭൂതങ്ങളും ഞാൻ തന്നെയാണെന്ന് ദേവി പറയുന്നുണ്ട് അല്ലെ. സ്ഥൂലവും സൂക്ഷ്മവും ഞാനാണ്. അഹം അഖിലം ജഗത്, വേദോഹം അവേദോഹം, ബ്രഹ്മജ്ഞാനവും ബ്രഹ്മ അജ്ഞാനവും ചൈതന്യത്തോടെ മായ ചേരുമ്പോ ഈശ്വര തത്വമാണോ. തിരോധാനം കരീശ്വരി, ഇപ്പൊ ഈശ താണ്ഡവ സാക്ഷിണി. നോക്കൂ, ഇതെല്ലാം ദേവിയുടെ നാമങ്ങളാണ്. സദാശിവ ശക്തിയാണ്. അപ്പൊ പിറക്കാത്തതും പിറന്നതും ദേവി തന്നെയാണ്. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം ദേവിയാണ്. ഇതറിയണമെങ്കിൽ എന്ത് വേണം? അഭ്യാസ അതിശയജ്ഞാത. ഇതൊക്കെ അഭ്യാസം വേണം, നിരന്തരം മനനം ചെയ്യണം, എന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദേവിയെ എങ്ങനെ സ്തുതിക്കും? ഇതെല്ലാം അറിഞ്ഞാല് നമോ ദേവിയെ മഹാദേവിയെ ശിവായേ സതതം നമ. സതതം എല്ലായ്പ്പോഴുമുള്ള അല്ലയോ അമ്മേ, പ്രകൃതിയെ ഭദ്രായേ നിയത പ്രണതാസ്മഹം. അമ്മേ, ഞാൻ എന്താ അമ്മയെ നമസ്കരിക്കേണ്ടത്? ഇവിടെ അമ്മയല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്താ വിളിച്ചത്? ദേവി, മഹാദേവി. ഇപ്പൊ എന്തായി? ശിവയായിട്ട് മാറിയില്ലേ? ആ അമ്മയെ നമ്മൾ നമസ്കരിക്കണം. പിന്നെ എന്തായി? പ്രകൃതിയായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. അപ്പോഴാണ് നമുക്ക് അജ്ഞാനം മനസ്സിലായത്. ആദ്യം ശിവയായിട്ടിരുന്ന ദേവി ഇപ്പൊ പ്രകൃതിയായിട്ടിരിക്കണു. എന്തുകൊണ്ട്? പ്രകൃതിയും പുരുഷനും ദേവി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്തിലൂടെ വന്നു? നിയതിയിലൂടെ വന്നു. മായയെ കൊണ്ട് ദേവി പ്രകൃതിയും പുരുഷനുമായിട്ട് മാറി. അപ്പോ ഈ ചണ്ഡിയുമായിട്ട് അടുത്ത ബന്ധം എന്ന് പറയുന്നത് സകല പ്രപഞ്ചത്തിന്റെയും മൂലം ബ്രഹ്മവും മായയാണ്. ബ്രഹ്മത്തിനോട് ചേർന്നത് കൊണ്ടാണ് പ്രപഞ്ചമുണ്ടായത്. മായ ബ്രഹ്മത്തിന് വശപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ മായയ്ക്ക് വശപ്പെട്ടിരിക്കണം. അതാണ് വ്യത്യാസം. ഈ മായ ബ്രഹ്മത്തിന്റെ ഉള്ളിലെ സ്വശക്തിയാണ്. ബ്രഹ്മം മായയ്ക്ക് വശപ്പെട്ട ബ്രഹ്മപത്നി പരമേശ്വരിയാണ് ദേവി, മഹാമായയാണ്. ശ്വേതാശ്വര ഉപനിഷത്ത് ആശ്രമങ്ങളെക്കാൾ ഉയർന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ള എന്താ പറയാ വാക്കുകളാണിത്. അങ്ങനെയാണ് മായയെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പരമേശ്വരി, ചലിക്കുന്നതെല്ലാം പ്രകൃതി, ദേവി മായ. ഇപ്പൊ പഞ്ചഭൂതങ്ങളെ പ്ലസ് മനസ്സ് പ്ലസ് ബുദ്ധി പ്ലസ് അഹങ്കാരം എല്ലാം ചേർന്ന അഷ്ടപ്രകൃതിയാണ് നമ്മൾ മായ. ഇപ്പൊ കാണുന്നത് കാണാത്തത് എല്ലാം ദേവിയാണ്. എല്ലാം എന്നിലെല്ലാം. അപ്പൊ ഞാൻ ഈ അവ്യക്തങ്ങളെ എല്ലാം എന്താ വേണ്ടത്? ഇതിനെ എല്ലാം അപ്പുറത്ത് ബ്രഹ്മത്തിൽ പ്രതിഷ്ഠിതമാണ് ദേവി. ഇപ്പൊ ബ്രഹ്മം എന്നാൽ എന്താണ്? സത്യം, ധർമ്മം, പരമാത്മം എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മവും മായയും പുരുഷനും പ്രകൃതിയും ശരിക്കും പറഞ്ഞാൽ അഗ്നിയും ചൂടും പോലെ പിരിയാത്തതാണ്, ശക്തിയും ശക്തിമാനും പോലെ. ആരാണ് ഈ മഹേശ്വരി അല്ലെങ്കിൽ ചണ്ഡിക? ദേവി ത്രിഗുണയാണ്, അവ്യക്തയാണ്, മഹാത്ഭുതയാണ്, അനിർവചനീയയാണ് എന്നൊക്കെ പറയണം, അചിന്ത്യ രൂപയാണ്. എന്താ ഈ നമ്മൾ പറയില്ലേ E=mc² എന്ന്? അതുപോലെ മാറ്ററും എനർജിയും, ഇപ്പൊ എലിമെന്റ്സ് എല്ലാം തന്നെ നമ്മൾ ആറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയ, ആറ്റംസ് എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതും ചലിക്കാത്ത പാർട്ടിക്കിൾസും ഉണ്ട് അല്ലെ. അപ്പൊ ചലിക്കുന്നതായിരിക്കുന്ന മാസ് ആയിരിക്കുന്ന ശിവനെ ചലിപ്പിക്കുന്ന എനർജി, ശക്തി എന്ന് പറയണോ. രണ്ടും ഒന്നായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഈ ഒന്നായിട്ടിരുന്നാലും ഈ പ്രപഞ്ചത്തിലുള്ളതൊന്നും ശാശ്വതമല്ല, കാരണം അത് മാറുന്നതാണ് ജഗത്ത്. അതിന് കാരണം എന്താ? ശിവശക്തികള്. അങ്ങനെ ദേവകളെ ദേവിയുടെ പാദത്തിൽ ശരണാഗതി ചെയ്ത് എന്ത് പറഞ്ഞു? താമഗ്നിവർണം തപസാ ജ്വലന്തിയും വൈരോചനയും കർമ്മ ഫലേഷു ജുഷ്ടാം ദുർഗാം ദേവീഗും ശരണമഹം പ്രപദ്യേ. ദേവി ദയാർദ്രയാണ്, വൈരോചനിയാണ്. 1000 സൂര്യന്മാർ ജ്വലിക്കുന്നത് പോലെയുള്ള കർമ്മഫലേഷു തുഷ്ടാം, കർമ്മങ്ങളുടെ ഫലം തരുന്ന അല്ലയോ ദേവി. തപസ് കൊണ്ട് ജ്വലിക്കുന്നവള്, കർമ്മഫലം കൊടുക്കുന്നവള് ദേവി അഗ്നിവർണ്ണത്തോടു കൂടി ഇരിക്കുന്നു. അപ്പൊ ദേവന്മാർക്ക് ദേവി മഹാലക്ഷ്മി. നമ്മൾ പറയേണ്ട ആ ഒരു എന്താ പറയാ ഗായത്രി എന്താണ്? മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹീം തന്നോ ദേവി പ്രചോദയാത്. ദേവി മഹാലക്ഷ്മി രൂപത്തെ കാണിച്ചു കൊടുത്തപ്പോ അവര് ജപിച്ച ഗായത്രി മന്ത്രാണിത്. അപ്പൊ ആരാണ് മഹാലക്ഷ്മി? പ്രാധാനിക രഹസ്യത്തിലേക്ക് സർവസാധ്യ മഹാലക്ഷ്മി. ഇത് പറയാൻ കാരണം എന്താ? ഇത് സാക്ഷാൽ ലളിതാ മഹാത്രിപുര സുന്ദരി തന്നെയാണ്. ദേവന്മാര് മഹാലക്ഷ്മി രൂപത്തിൽ കണ്ട ഉടനെ ദേവി എന്താ? പഞ്ചദശി എന്ന് പറയുന്ന ശ്രീവിദ്യാ മന്ത്രത്തെ കാണിച്ചു കൊടുത്തു. ആ ദേവിയാണ് നമ്മള് ലളിതാ പരമേശ്വരി. നോക്കൂ, അവസാനം എവിടെയാ വന്നു ചേർന്നത്? ലളിതാ പരമേശ്വരിയിൽ വന്നു ചേർന്നു. കാമോ യോനിഹി, ഈ ദേവി പഞ്ചദശി സ്വരൂപമായിരിക്കണ, വിശ്വമോഹിനിയായിരിക്കുന്ന, ആത്മശക്തിയായിരിക്കണ. വിശ്വം എന്നാല് ശരിക്കും പറഞ്ഞാൽ സ്ഥൂല ഭോഗം അല്ലെങ്കിൽ തൈജസം സൂക്ഷ്മദേഹം, പ്രാജ്ഞ എന്നത് കാരണദേഹം. ഈ മൂന്നിന് അപ്പുറത്തുള്ളവള് തന്റെ യഥാർത്ഥ സ്വരൂപമായിരിക്കണ പാശ അങ്കുശ ധനുർധര. തന്റെ ജ്ഞാനത്തെ കാണിച്ചു കൊടുത്തു. പഞ്ചദശി ധ്യാനം ഇങ്ങനെയാണ് അല്ലെ. മഹാവിദ്യ എങ്ങനെയാണ്? പാശാങ്കുശധാരിണി മഹാലക്ഷ്മി. ആ ശരിക്കും പറഞ്ഞ തത്വാർത്ഥം എന്നാല് ദേവി അഥർവ ശീർഷത്തിൽ പറയണം, എല്ലാത്തിനും മുമ്പ് സർവ കാരണഭൂതിയായിരിക്കണ ആ ഒരു ശക്തി. ഗുരു, സദാശിവ അനുഗ്രഹത, ത്രിഗുണ.
ഇപ്പൊ സൃഷ്ടി ബീജങ്ങളെല്ലാം ഒതുക്കിയവള് ബഹുസ്യാം പ്രജായത എന്ന് വിചാരിച്ചപ്പോ ഈ ഗുണങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കായിട്ട് പുറത്തു വന്നു. ദേവി അജയാണ്, പക്ഷെ 3 നിറം 3 ഗുണം, അതുകൊണ്ടാണ് ദേവിക്ക് ആ ഒരു ത്രിഗുണാത്മിക എന്നുള്ള പേര് വന്നത്. സത്വം രജസ് തമസ് അല്ലെ. ഇപ്പൊ രജോ ഗുണ സ്ഫുരണം കൊണ്ട് എന്താ പറയാ, ലോഹിതയായിട്ട് ശുക്ലയായിട്ട് കൃഷ്ണവർണ്ണയായിട്ട് നമ്മളെ ദേവി മഹാത്മ്യത്തിൽ 3 നിറങ്ങള്. അപ്പൊ ഇവിടെയാണ് ദേവി ചണ്ഡിക, അതായത് ചണ്ഡി എന്ന് പറയുന്ന പരബ്രഹ്മ പട്ടമഹിഷിയായിരിക്കുന്ന പ്രചണ്ഡമായിരിക്കുന്ന ദേശകാലം ഒന്നുകൊണ്ടും ലിമിറ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന ചണ്ഡി. അപ്പോ ആ ഒരു എന്താ പറയാ, ആ ഒരു ബ്രഹ്മത്തിൽ നിന്ന് വന്നവൾ കോപം കൊണ്ട്, കോപത്തിന്റെ ഫലം എന്താണ്? നമസ്തേ രുദ്രമന്യവേ, നിനക്കായിട്ട് നമസ്കാരം എന്ന് പറയണില്ലേ? മഹാഭയജനനി. എന്തുകൊണ്ടാണ് ഈ ജഗത്തിലെ എല്ലാ പ്രാണികളും വൈബ്രേഷൻ ഉണ്ടാകുന്നത്? ദേവി ഭയം കൊണ്ടാണ് അല്ലെ. അപ്പൊ ഉപനിഷത്ത്, കഠോപനിഷത്ത് പറയണു, ബ്രഹ്മത്തെ ഭയന്നാണ് ഇന്ദ്രനും സൂര്യനും വായുവും എല്ലാം തന്റെ ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി, ആ ഒരു ചണ്ഡികാദേവി പരബ്രഹ്മ പട്ടമഹിഷി തന്നെയാണ്. നമ്മൾ ഉപാസിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി തന്നെയാണ് ഈ ചണ്ഡികാദേവി. അതുകൊണ്ടാണ് ഇത്രയും ഇതിനെ പറഞ്ഞത്. കാരണം ഇത് നമുക്ക് ദേവി മഹാത്മ്യം ലളിതാ സഹസ്രനാമത്തിലെ ലളിതാ പരമേശ്വരി കൊണ്ടുവന്ന് ലയിപ്പിക്കണം. അപ്പൊ ദേവി ആണ് ഈ സൂര്യനെ ഉദിപ്പിക്കുന്നത്. ആദിത്യൻ എന്നാൽ എന്താ? ജീവാത്മാവാണ്, അതാണ് അർത്ഥം. ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നത് കൊണ്ടാണ് ആദിത്യൻ. അപ്പൊ ആത്മകാരകൻ, പിതൃകാരകൻ, ആത്മാവ്, ആദിത്യൻ. ആ ആത്മാവിനെ വേദം ഉണർത്തും, ഉയർത്തും. വേദത്തിന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവനാണ് ആ ഒരു ബ്രഹ്മത്തെ ഉണർത്തും. അതാണ് ചണ്ഡി, പരബ്രഹ്മ പട്ടമഹിഷി, ബ്രഹ്മത്തിന്റെ ഇണപിരിയാത്ത ശക്തി, മഹാമായ. ഇത് തന്നെയാണ് ചണ്ഡി. ഈ ദേവിയുടെ ശാസനം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം പ്രവർത്തിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എല്ലാം നടത്തുന്ന ബ്രഹ്മശക്തി. അനുഗ്രഹം എന്നാൽ ജീവനെ ബ്രഹ്മം എന്ന സത്യത്തെ ഉണർത്തുന്ന ശക്തി, അതാണ് സദാശിവൻ. ഈ ജോലികളെല്ലാം ചെയ്യുന്നത് മഹത് കോപമായിരിക്കുന്ന ചണ്ഡികയാണ്, പരബ്രഹ്മശക്തിയാണ്. ദേവി മഹാത്മ്യം ദുഷ്ടശക്തികളെ ദേവി നശിപ്പിക്കുന്നതാണ്. മഹാലക്ഷ്മി നമുക്ക് ലക്ഷ്യത്തെ കാണിച്ചു തരുന്നവളാണ്. അലക്ഷ്യ സ്വരൂപം, ബ്രഹ്മത്തിന്റെ 5 ഭാവം, ലക്ഷണം, ലക്ഷ്യം, നാമരൂപ ലക്ഷ്യം, അലക്ഷ്യം അല്ലെ. അസ്ഥി, ഭാതി, പ്രിയം എന്നൊക്കെ നമ്മൾ പറയില്ലേ. സത്ത, ചിത്ത, ആനന്ദം എല്ലാം നിലനിൽക്കുന്നത് ഈ ബ്രഹ്മസ്വരൂപത്തിലാണ്. ഇത് നമ്മൾ ഭാവന കൊണ്ട് അറിഞ്ഞുകൊള്ളണം. ദേവി ലക്ഷ്യ അലക്ഷ്യ സ്വരൂപമാണ്. അതാണ് എല്ലായിടത്തും പ്രകാശമായിട്ടിരിക്കുന്നവൾ. ജ്ഞാനം, ഇച്ഛാക്രിയ. ഇപ്പൊ സമഷ്ടി സ്വരൂപം ചണ്ഡിക. ഇത് വെഷ്ടി സ്വരൂപമാണ്. സമഷ്ടി സ്വരൂപം ആരാണ്? പരബ്രഹ്മ മഹിഷിയായിരിക്കണ ചണ്ഡികയാണ്. വാമ, ജ്യേഷ്ഠ, രൗദ്രി, ശാന്ത, ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, മധ്യമ, വൈഖരി, പശ്യന്തി എല്ലാത്തിന്റെയും സമഷ്ടിയായിരിക്കുന്ന ശാന്ത, അംബിക, പര എല്ലാത്തിന്റെയും സമഷ്ടിയാണ് ഈ ചണ്ഡികാദേവി. ആ ദേവി എന്താണ്? തുരീയമാണ്. 3നെയും താണ്ടിയതാണ് ചണ്ഡിക. അപ്പൊ തുരീയ കാപിത്വം എന്താ പറയുന്നത്? നമ്മുടെ സൗന്ദര്യ ലഹരിയിലെ തുരീയ കാപിത്വം ദുരധിഗമയ നിസീമ മഹിമ മഹാമായ ഭ്രമേതി വിശ്വം പരബ്രഹ്മ മഹിഷി. അല്ലയോ അമ്മേ, വാഗീശ്വരിയായിരിക്കുന്ന ദേവി, ജ്ഞാനം തരുന്ന സരസ്വതി, വിഷ്ണുഭക്തിയായിരിക്കുന്ന ഐശ്വര്യം തരുന്ന ദേവി, രുദ്രഭക്തിയായിരിക്കുന്ന അല്ലയോ ഭഗവതി, എല്ലാം അമ്മയെ ഭജിച്ചാൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല. അമ്മ എന്ന ഇതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അംബിക, ചണ്ഡിക. ചണ്ഡിക തത്വം എന്ന് പറയുന്നത് തുരീയമാണ്. ദേവിക്ക് വിചിത്രമായിരിക്കുന്ന ഒരു പീഠമുണ്ട്. ആ പീഠമാണ് നമ്മൾ കണ്ടത്. എന്താണ്? തലയിൽ പാമ്പ്, ലിംഗം, യോനി, പാനപാത്രം. ആനന്ദം എന്ന് പറയുന്ന തുരീയം, ലിംഗം എന്ന് പറഞ്ഞാല് സൂക്ഷ്മ ശരീരം. നമ്മുടെ എല്ലാം സൂക്ഷ്മ ശരീരം ദേവിയിലാണ്. സ്ഥൂലം എന്ന് പറയുന്നത് കൈകാലുകളാണ്. നാഗം എന്ന് പറയുന്നത് ഉള്ളിലെ ആ ഒരു കുണ്ടലിനി. യോനി എന്ന് പറയുന്നത് കാരണ ശരീരം. എല്ലാ ശക്തിയായിട്ടിരിക്കുന്നവൾ. ശരിക്കും ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ, യോനി പ്രകൃതി, കാലം നാഗം, ദേവി നവാർണവ പ്രകൃതി. അപ്പൊ നവാർണവ മന്ത്രത്തിന്റെ നമുക്കറിയാം, ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ച് എന്നുള്ള ഹ്രീം എന്നുള്ള ബീജം എന്താണ്? ഹകാരം ശിവന്, ഈംകാരം എന്ന് പറയുന്ന കാമകലാ ബീജമായിരിക്കുന്ന ഈം എന്ന് പറയുന്ന പ്രണവ ബീജം ശക്തി. ഇതിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും നമുക്കിതിന് വ്യത്യാസം കൽപ്പിക്കാൻ പാടില്ല. കാരണം ഹ്രീം എന്ന് പറയുന്നത് സർവകാര്യസിദ്ധകം. അപ്പൊ ഈ ഹ്രീം സ്വരൂപത്തിന്റെ ആ ഒരു ബേസിക് മന്ത്രത്തിന്റെ സ്വരൂപിണിയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരി, പരബ്രഹ്മ മഹിഷി, ഈ പറയുന്ന ദുർഗ, ചണ്ഡിക ഒന്നും വ്യത്യാസമില്ല. നമുക്ക് എന്ത് വേണം? ഇന്ന് ദേവി മഹാത്മ്യമാകുന്ന ഈ അത്ഭുത ചരിത്രം അമ്മയുടെ, അതായത് ദുർഗയിൽ തുടങ്ങി മഹാകാളിയിലൂടെ, മഹാലക്ഷ്മിയിലൂടെ
മഹാസരസ്വതിയിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാ? പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഉയർന്ന തലമായിരിക്കണ സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കണ ആ ഹ്രീംകാര സ്വരൂപിണിയായിരിക്കണ പുരുഷ യോനി പ്രകൃതി കാലലിംഗത്തിലിരിക്കുന്ന സാക്ഷാൽ ആ പരബ്രഹ്മ സ്വരൂപിണിയുടെ പാദപത്മങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഈ ദേവി മഹാത്മ്യം പഠിക്കുമ്പോൾ നമ്മൾ എവിടെയാ എത്തുന്നത്? നമ്മുടെ ആത്മതത്വത്തിലാണ് എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചേർന്ന് സർവകാര്യ സിദ്ധകമായിരിക്കുന്ന ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം പറഞ്ഞ് നമുക്കിന്ന് ഇവിടെ നിർത്താം. ദുർഗേ സ്മൃത ഹരസി ഭീതിം അശേഷ ജന്തോ സ്വസ്ഥേ സ്മൃത മതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയ ഹാരിണി കാത്വധന്യ സർവോപകാര കരണായ സദാ ആർദ്രചിത്ത. ദാരിദ്ര്യം, ദുഃഖം, ഭയം എല്ലാത്തിനെയും ഹരിക്കുന്നത് ഒന്നും വേറെയല്ല, ഇത് ഒരു വികാരത്തിന്റെ പല മുഖങ്ങളാണ്. അല്ലയോ ദേവി, ഇതെല്ലാം എന്നിൽ നിന്ന് മാറ്റി എല്ലാം ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന അമ്മയുടെ അത്ഭുത ചരിതം, അമ്മയുടെ വിവിധ നാമരൂപങ്ങള്, ഒരു ഭക്തന്റെ രക്ഷയ്ക്ക് എത്തുന്ന ഒരു അമ്മയുടെ കരുണ അതിലൂടെ കണ്ടുകൊണ്ട് ആ പാദപത്മങ്ങളെ സദാ നമ്മുടെ ഹൃദയപത്മത്തിൽ വെച്ച് ഈ ജീവിതമാകുന്ന ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് മഹാർണവത്തിൽ ഇരിക്കുന്ന ആ ഭഗവതിയുടെ പാദപത്മങ്ങളില് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേവി മഹാത്മ്യം എന്ന് പറയുന്ന അത്ഭുത ചരിത്രം അമ്മയുടെ ആ പാദപത്മങ്ങളില് ഒരു ശതമാനം, എന്താ പറയാ, ഒരു സമുദ്ര തീരത്ത് കിടക്കുന്ന മണ്ണിന്റെ ഒരു തരി നമ്മൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പുണ്യവതികളാണ്, സംശയമില്ല. എല്ലാം കാര്യവും കാരണവും എല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളെ സദാ നമ്മുടെ ഹൃദയത്തില്, നമ്മുടെ ശിരസില് ഈ ശിവശക്തി ഐക്യരൂപിണിയായിരിക്കുന്ന ലളിതാ പരമേശ്വരി നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഗുരുപരമ്പരയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. ഈ ദേവി മഹാത്മ്യം എൻ്റെ ഗുരുപരമ്പരയുടെയും ലളിതാ ത്രിപുര സുന്ദരിയുടെയും പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ശ്രീമാത്രേ നമഃ. ഇനി തിങ്കളാഴ്ചയെ